അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ ചെമ്മുക്കൻ കുഞ്ഞാപ്പുവഞ്ചി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഹമ്മദ് ജിഫ്രി തങ്ങൾ, SKPM തങ്ങൾ, KKS തങ്ങൾ, അബ്ദുള്ളക്കോയ തങ്ങൾ, CSK തങ്ങൾ, ഈ വേദിയിലെ മുഖ്യപ്രഭാഷകൻ അബ്ദുസം സാഹിബ് പൂക്കോട്ടൂർ, ഈ വേദിയിലും സദസ്യ സന്നിഹിതരായിട്ടുള്ള ദാറുൽ ഹുദയുടെയും ഈ ആണ്ട് നേർച്ചയുടെയും സംഘാടകരെ, ഭാരവാഹികളെ, ഇവിടെ വന്നിട്ടുള്ള പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മമ്പറം ആണ്ട് നേർച്ചയുടെ 175ാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മതപ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മവേദിയിലാണ് സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹുവിന് കിരീടം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽപ്പെട്ട ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളെയും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ധാരാളം ആളുകൾ അപകടങ്ങളിലും മാറാരോഗവും മറ്റു പല അസുഖങ്ങളും ബാധിച്ച് കിടപ്പിലുമാണ്. അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അസുഖത്തെയും സർവശക്തനായ നാഥൻ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. നാമകമേ പ്രാർത്ഥിക്കുന്നു. മമ്പറം തങ്ങളുടെ 175ാമത് ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിലാണ് സംഗമിച്ചിരിക്കുന്നത്. ഈ മമ്പറം തങ്ങൾ ഈ പാദസ്പർശമേറ്റതുകൊണ്ട് ഈ മണ്ണിനൊരു പ്രത്യേകതയും, അതോടൊപ്പം തന്നെ മമ്പറം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം പാഠം ഈ കാലഘട്ടത്തിലെ ജനത പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും മമ്പറം തങ്ങൾ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചും ഞാൻ താരതമ്യം ചെയ്യുകയും, ഇന്നത്തെ യുവത അധർമ്മങ്ങൾ കൊണ്ട്, അനീതികൾ കൊണ്ട്, അനാചാരങ്ങൾ കൊണ്ട്, അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മമ്പറം തങ്ങളിലൂടെ ആത്മീയത കൈവരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ ബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കരണമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് വേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ ബോധമുള്ള സമൂഹത്തെ ആയിരിക്കും വാർത്തെടുക്കേണ്ടത്. അനിസ്ലാമിക പ്രവണതകൾ വെടിഞ്ഞുകൊണ്ട്, നീതിപൂർവമായി പെരുമാറിക്കൊണ്ട്, അനാചാരങ്ങൾ വെടിഞ്ഞുകൊണ്ട്, അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആയിരിക്കണം വാർത്തെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമ്പറം തങ്ങൾ ചെയ്തത് സമാധാനത്തിന് പ്രാധാന്യം, ഏറ്റവും കൂടുതൽ സമാധാനം, മതസൗഹാർദ്ദവുമാണ്. അത് കാത്തുരക്ഷി സൂക്ഷിക്കാൻ ധാരാളം നാനാജാതി മതസ്ഥർ ഇവിടെ അവരുടെ വേവലാതികളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇറക്കി വെക്കാൻ ഇവിടെ നാനാജാതി മതസ്ഥർ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇത്രയധികം മതസാഹോദര്യത്തിന്, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വേറെ ഒരു ഇടം തന്നെ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള എല്ലാ നല്ല സൽക്കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഇനിയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും അതിനെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് ഹാഫിയത്തും ആയുസ്സും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله مولانا العلي العظيم قال رسول الله صلى الله عليه وسلم ألا إني أوتيت القرآن ومثله معه ألا يوشك رجل صعبان على أريكته يقول عليكم بهذا القرآن فما وجدتم فيه من حلال فأحلوه فما وجدتم فيه من حرام فحرموه ألا إنما حرم رسول الله كما حرم الله. സ്നേഹാദരവുകളുള്ള നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയെ അലങ്കരിക്കുന്ന അഭിവന്ദരായ സയ്യിദുമാർ, ആലിമീങ്ങൾ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രതിഭാസമ്പന്നരായ ഭാരവാഹികൾ, ഈ മഹത്തായ മക്കാം ഷരീഫിലെ ആണ്ടുനേർച്ച ഒരനുഗ്രഹീതമായ കർമ്മമായി കണ്ടുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥാപനത്തെയും അള്ളാഹുവിൻ്റെ ഔലിയാവിനെയും സ്നേഹിച്ച് ഇവിടെ ഒത്തുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വേദിയും സദസ്സും പ്രൗഢമായ ഈ മഹത്തായ സംഗമത്തിൽ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് മൗലദ്ദവീല കുത്തുബ് സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനുഭാവൻ്റെ, അതുപോലെ ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ബന്ധുമിത്രാദികളുടെ അനുഗ്രഹ ആശിസുക്കളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ അനുഗ്രഹവും ബർക്കത്തും കരഗതമാക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട ഗുരുജനങ്ങൾ, നമ്മുടെ പ്രസ്ഥാന നായകന്മാർ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ നേരത്തെ അനുസ്മരിച്ച ഒട്ടനവധി പ്രതിഭകളെയും മഹാപണ്ഡിതന്മാരെയും സേവകരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമെന്നോണം എൻ്റെ ആ കടമ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ദാറുൽ ഹുദയ്ക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മെ നയിച്ച അഭിവന്ദനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അപ്രകാരം തന്നെ ആ സ്ഥാപനത്തിൻ്റെ ജീവനാടികളും അതിൻ്റെ ബുദ്ധിജീവികളുമായിരുന്ന സഞ്ചരിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാരും. അതേപോലെ തന്നെ അവരുടെ ഭാവന പ്രാവർത്തികമാക്കുവാൻ മെയ് മറന്ന് അധ്വാനിച്ച നമുക്കിടയിൽ ജീവിച്ച ഒരു മാതൃകാ ഉമറാക്കളിൽപ്പെട്ട മഹാനായിരുന്ന അഭിവന്ദനായ യു ബാപ്പുട്ടി ഹാജി സാഹിബ്. അപ്രകാരം തന്നെ നമ്മളിവിടെ സ്മരിക്കേണ്ട എല്ലാ വർഷവും ഈ വേദിയിൽ ഞാൻ വരുമ്പോഴും അതിനു മുമ്പും എപ്പോഴും നിർഭരമായി നിൽക്കുന്ന ഈ പരിപാടിയുടെ ചൈതന്യമായിരുന്ന സയ്യിദ് ജിഫ്രി തങ്ങൾ. അപ്രകാരം നമ്മുടെ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നിരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പരിപാടികളിൽ തൻ്റേതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യനായ PP മുഹമ്മദ് ഫൈദി പോലെയുള്ള മഹത്തുക്കൾ, അല്ലാഹു അവരുടെയൊക്കെ കബറിടം വിശാലമാക്കുമാറാവട്ടെ. നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഈ വേദിയിൽ അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. ഇന്ന് തന്നെ ഇവിടെ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ മരണപ്പെട്ട വിവരമറിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ വേദിയിൽ ഞാൻ ആരെയും പേരെടുത്ത് പറയാതിരുന്നത് സമയത്തിൻ്റെ ഒരു ദൗർലഭ്യം മനസ്സിലാക്കിക്കൊണ്ടാണ്.
എല്ലാവരും എടുത്തു പറയപ്പെടേണ്ടവർ തന്നെ. അവരെയൊക്കെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് ആ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ഇതിൻ്റെ ഉമറാക്കളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് ലളിതമായി കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിഷയം നിർണയിച്ചാൽ അതിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കലാണല്ലോ നമ്മുടെ കടമ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈതൃകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടവരാണ് അവർ എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന നീണ്ട പൈതൃകം അതിനുണ്ട്. അതിന് ശേഷമുള്ള പൈതൃകവും അവകാശപ്പെടേണ്ടതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആരംഭിക്കുന്നതാണെങ്കിലും നമ്മളിവിടെ 15 നൂറ്റാണ്ട് കാലഘട്ടം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുഹമ്മദീയ ഉമ്മത്തിന്റെ ചരിത്രം അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകർ ഷഫീഉൽ വറാ മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ദൗത്യം മുതൽ അവിടുന്ന് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമികമായ അധ്യാപനങ്ങളാണ് ഈ സമൂഹം നെഞ്ചേറ്റേണ്ടത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന, അതിനുവേണ്ടി നമ്മൾ ഉലമാക്കളാൽ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ഒരു സമ്മേളന പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശാലമായ ഇതിൻ്റെ വശങ്ങളിലേക്ക് പോകാൻ ഒരുപക്ഷെ ഈ സദസ്സിന് കഴിയില്ലെങ്കിലും വളരെ പരിമിതമായ ചില കാര്യങ്ങൾ ഒതുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയം ലളിതമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കൊച്ചു കേരളത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ വളരെ നേരത്തെ തന്നെ വന്നു കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹുവും സംഘവും കേരളത്തിൽ വന്ന് ഇസ്ലാം മതം പ്രബോധനം ചെയ്തു എന്നാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും പലപ്പോഴും ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു തെറ്റുധാരണ ചരിത്രകാരന്മാർക്കിടയിലും ഒരു വേള സാധാരണക്കാർക്കിടയിലും വന്നു പോയിട്ടുണ്ടോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ആ മഹത്തുക്കൾ ഇവിടെ കടന്നു വരുമ്പോഴാണ് ആദ്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ കടന്നു വന്നത് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. യാഥാർത്ഥ്യം മറിച്ചാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിൽ വളരെ നേരത്തെ കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി മഹത്തുക്കൾ കടന്നു വന്നതിൻ്റെ ചരിത്ര രേഖകളുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമികയുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ മുഅയ്റത്തെ ദാർ എന്ന് പറയുന്ന മുഗദാർ മുഅയ്റത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന മഹത്തുക്കളായ ആളുകൾ ഈ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന വീതിയിൽ വലിയ പങ്കുവഹിച്ച ചരിത്ര രേഖകളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായി പലപ്പോഴും അത് പരിശോധിക്കാൻ നമുക്ക് വേദികളിൽ അവസരമുണ്ടാകാറുമുണ്ട്. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീനെ പോലുള്ള മഹത്തുക്കൾ ആദം മല കാണാൻ പോകുമ്പോൾ കേരളക്കരയിൽ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് ഇറങ്ങുകയും വിശ്രമിക്കുകയും അവരുടെ വരവ് അന്നാട്ടിലെ രാജാവ് അറിഞ്ഞുകൊണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി വരവിൻ്റെ ഉദ്ദേശവും യാത്രാ ഉദ്ദേശവും ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ചന്ദ്രൻ പെടുന്ന സംഭവം ചോദിച്ചറിയുകയും അത് പഠിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അറേബ്യയിലേക്ക് പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നമ്മൾ തന്നെ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അത് പരത്തി പറയുന്നില്ല. ആ രീതിയിൽ ഇവിടുന്ന് കടന്നുപോയ മഹത്തുക്കൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് തിരിച്ചു വരുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ബാണപ്പെരുമാളിൻ്റെ യാത്രയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ആ തിരിച്ചുവരവിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങുകയും ആ പായ്ക്കപ്പലിൽ വന്നിറങ്ങിയ ആളുകൾക്ക് അന്നത്തെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം അവർ ഈ കേരളക്കരയിൽ ആരംഭിക്കുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിന് ആദ്യകാലത്ത് അവർ അവലംബിച്ചിരുന്ന മാർഗം ഓരോ പ്രദേശങ്ങളിലും പള്ളികൾ കെട്ടി പള്ളികളിൽ കാദിമാരായി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക എന്ന പ്രവർത്തന രീതിയായിരുന്നു. ഏതൊരു പ്രദേശത്ത് അവർ കടന്നു ചെന്നുവോ ആ പ്രദേശത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി. ആ പള്ളികളിൽ അവർ കാദിമാരെ നിയമിച്ചു. ഈ കാദിമാർ സമൂഹത്തിന് മതവിധികൾ കൊടുത്തുകൊണ്ടും മതം പരിചയപ്പെടുത്തിക്കൊണ്ടും ആരാധനാ കർമ്മങ്ങളിലൂടെയും ഉത്ബോധനങ്ങളിലൂടെയും ജനകീയമായ ഇസ്ലാമിക പ്രബോധനം മനോഹരമായി ആ പ്രദേശങ്ങളിൽ കാഴ്ചവെച്ചു. ആ പ്രബോധന രീതി കാഴ്ചവെച്ച് ഓരോ പ്രദേശത്ത് പള്ളി ഉണ്ടാക്കി പിന്നെ അടുത്ത പ്രദേശത്ത് പള്ളി ഉണ്ടാക്കി ജനങ്ങൾക്ക് ദീനെത്തിച്ചു കൊടുക്കുന്ന മഹനീയമായൊരു സ്വഭാവവും പ്രകൃതിയുമാണ് അവർ കേരളക്കരയിൽ കാഴ്ചവെച്ചത്. അന്ന് ദീൻ മറ്റുള്ള സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇത്രമേൽ ഉൾക്കൊള്ളാനുണ്ടായ പ്രധാന കാരണം കൊണ്ടുവന്ന ആളുകളുടെ വ്യക്തിവിശുദ്ധി, അവരുടെ നിഷ്കളങ്കത, അവരുമായി ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായ സംതൃപ്തി,
മനുഷ്യത്വം എന്ത് എന്ന് സമൂഹത്തിന് ശരിക്ക് കാണിച്ചു കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നു. ഇസ്ലാമിനെ തൊട്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരുമൊക്കെ ഇസ്ലാമിലേക്ക് ഒഴുകുവാനും മനുഷ്യ സാഹോദര്യവും മനുഷ്യ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തഴച്ചു വളർന്ന് പന്തലിച്ച് ഉയർന്നത്. അതിന്റെ പേരിൽ സംഘടനകളോ കുഴപ്പങ്ങളോ ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല. 100% ഒരു സമാധാനപരമായ പ്രക്രിയയിലൂടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കൊച്ചു കേരളത്തിൽ പ്രചരിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബോധ്യമാണ്. കാലഘട്ടത്തിന്റെ ആ ഓരോ ദിശകളും പരിശോധിച്ചാൽ അന്നൊക്കെ ആലിമീങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചിരുന്നു സാധാരണക്കാർ. ആലിമീങ്ങൾക്കായിരുന്നു സമൂഹത്തിന്റെ നേതൃപദവി. ഉമറാക്കൾ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഇവർ ഓരോ പ്രദേശത്തും പള്ളി നിർമ്മിച്ചുകൊണ്ട് അവരെ കാദിമാരെ നിയമിച്ചുകൊണ്ട് അവിടെ കാദിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ദീൻ വളർത്തിയ കൂട്ടത്തിൽ നമുക്ക് ദീൻ വന്നു കിട്ടിയ താവടികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും കാണുവാൻ കഴിയും. ഏറ്റവും പ്രധാനമായി കോഴിക്കോട്ടെ ഖാദി കുടുംബവും അവരുടെ പരമ്പരയും. കോഴിക്കോട് ഖാദി കുടുംബത്തിന്റെ തലപ്പത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട്ടെ ആദ്യത്തെ ഖാദി. അന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഖാദിമാർ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളീയ മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവം കോഴിക്കോട്ടായിരുന്നു. കേരളത്തിലെ മുസ്ലിം തലസ്ഥാനമെന്ന് ഇന്നും അന്നും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നു. മലപ്പുറമാണ് മുസ്ലിങ്ങളുടെ ആസ്ഥാന കേന്ദ്രമെങ്കിലും കോഴിക്കോടാണ് ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രദേശം. കോഴിക്കോട് ഖാദിമാരാണ് അന്ന് മാസം ഉറപ്പിക്കുവാനും അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ മുൻപന്തിൽ നിന്നിരുന്നത്. ആ കോഴിക്കോട് ഖാദി കുടുംബത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആദ്യത്തെ ഖാദി സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മഹാനായ സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കിടാവാണ്. മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കിടാവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഖാദി പരമ്പര. ആ ഖാദി കുടുംബത്തിൽ അദ്ദേഹം സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രക്രിയക്ക് കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചു. ആ ഖാദി പരമ്പരയിൽ ഒരുപാട് മഹത്തുക്കളായ ഖാദിമാർ വന്നു. അവർ സമൂഹത്തിൽ ഇൽമ പകർന്നു കൊടുത്തു. ദർസ് നടത്തി സമൂഹത്തിന് ഇൽമ പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അക്കാദമിക മേഖല വളരാത്തൊരു കാലഘട്ടമാണെന്ന്. പ്രചുര പ്രചാരം സിദ്ധിച്ച വലിയ ദർസുകളില്ല. താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പഠിക്കാം. അക്കാലഘട്ടത്തിൽ അവിടുത്തെ പള്ളി ദർസിൽ വന്ന് പഠിച്ച ഒരു മഹാനായിരുന്നു ചരിത്രത്തിലേറെ അറിയപ്പെടുന്ന മഹാനായ മഖ്ദൂം ഒന്നാമൻ എന്ന് പറയുന്ന അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി എന്ന മഹാൻ. അതാണ് ഒന്നാമത്തെ മഖ്ദൂം. ആ മഖ്ദൂം പൊന്നാലിയിൽ നിന്നും നേരെ കോഴിക്കോട്ട് വരുന്നു, ഇൽമ പഠിക്കുന്നു. അദ്ദേഹം ഇൽമ പഠിച്ചത് കോഴിക്കോട് ഖാദി കുടുംബത്തിൽപ്പെട്ട ഫഖ്റുദ്ദീൻ റമദാനി ശാലിയാത്തി എന്ന പണ്ഡിതന്റെ ദർസിലാണ്. ഫഖ്റുദ്ദീൻ റമദാനി ശാലിയാത്തി കോഴിക്കോട്ടെ പ്രസിദ്ധ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ ഓതി പഠിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഉയർന്നത്. അങ്ങനെ ഈ ദർസിലെ പഠനം മതിയാകാതെ വന്ന് അദ്ദേഹം വിദേശത്ത് പോയി വിശുദ്ധ ഹറമിൽ വെച്ച് ഇൽമ പഠിച്ച് അതുകൊണ്ട് മതിയാകാതെ വിദേശത്ത് പോയി ജാമിഉൽ അസ്ഹറിൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. കേരളക്കരയിൽ നിന്നും ആദ്യമായി വിദേശത്ത് പോയി ഇൽമ പഠിച്ച് ബിരുദമെടുത്ത് തിരിച്ചു വന്ന ഒരു പണ്ഡിതൻ മഖ്ദൂം ഒന്നാമനാണ്. ആ മഹാനുഭാവൻ അവിടെ കണ്ട രീതിയിലുള്ള മനോഹരമായ ഒരു ദർസ് നമ്മുടെ കേരളക്കരയിൽ പൊന്നാനിയിൽ സ്ഥാപിച്ചു. ആ പൊന്നാനിൽ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന് നേതൃത്വം കൊടുത്തു. പൊന്നാനിയിലെ പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൈതൃക സ്വത്താണ്. പഴയ കാലഘട്ടത്തിലെ നിലനിൽക്കുന്ന പള്ളി ദർസ്. ആ പള്ളി ദർസിലേക്ക് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും ആളുകൾ വന്നു എന്ന് പറയുന്നുവെങ്കിലും വളരെ വ്യക്തമായി ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. ജാവയിൽ നിന്ന്, സുമാത്രയിൽ നിന്ന്, അതുപോലെ ലക്ഷദ്വീപ സമൂഹങ്ങളിൽ നിന്ന്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു അത്രേ. യമനിൽ നിന്ന് പോലും ആളുകൾ ഇൽമ പഠിക്കാൻ വന്നിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രരേഖയുണ്ട്. അങ്ങനെ അവിടെ വന്ന ഇൽമ പഠിച്ചുകൊണ്ട് ആ ഇൽമ നുകർന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇൽമ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. ആ മഹാനുഭാവന്റെ പൗത്രൻ ആയ അദ്ദേഹമാണ് രണ്ടാമത്തെ മഖ്ദൂം എന്നറിയപ്പെടുന്ന ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മഖ്ദൂം. ആ മഹാനായ മഖ്ദൂമും കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് മതപരമായി നേതൃത്വം കൊടുത്തു, ആത്മീയമായി നേതൃത്വം കൊടുത്തു. അദ്ദേഹം ഈ ദർസ് ഒന്നുകൂടി വിപുലീകരിച്ചു. ആ രണ്ട് മഹത്തുക്കൾ കാലഘട്ടത്തിന്റെ എല്ലാ വിഷയങ്ങളും തൊട്ടറിഞ്ഞവരും പഠിച്ചവരുമായി. അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഒരേ കൈകൾ കൊണ്ട് തന്നെ മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ ഫതഹുൽ മുബീനും എഴുതുക എന്ന് പറയുമ്പോൾ നോക്കണം നിങ്ങൾ. തഹ്രീലും എഴുതുക എന്ന് പറയുമ്പോൾ തഹ്രീലു അഹ്ലുൽ ഈമാൻ എന്ന ഗ്രന്ഥവും അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ക്രോഡീകരിക്കുന്നു. അതേ കൈകൊണ്ട് പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഗ്രന്ഥം എഴുതുന്നു.
മഖ്ദൂം രണ്ടാമൻ ഫത്ഹുൽ മുഈൻ എഴുതുന്നു, അതേ കൈകൾ കൊണ്ട് തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ എഴുതുന്നു. മതഭൗതിക വിദ്യാ സമന്വയം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമാണെങ്കിൽ അന്ന് അവരുടെ മുമ്പിൽ മതഭൗതിക സമന്വയം നേടിക്കഴിഞ്ഞിരുന്നു. അവര് കാലഘട്ടത്തിന്റെ ചിത്രം ശരിക്കറിഞ്ഞുകൊണ്ട് ഭൗതികതയെക്കുറിച്ച് ബോധമുള്ളവർ അധിനിവേശവിരുദ്ധ സാഹിത്യം എഴുതിക്കൊണ്ടും കർമ്മശാസ്ത്രം എഴുതിക്കൊണ്ടും അതുപോലെ തസൗഫിലേക്ക് കൗമിനെ നയിച്ചുകൊണ്ടും ആത്മീയ വിപ്ലവം തന്നെ നടത്തി. ഇവിടെ ആ രീതിയിൽ വലിയൊരു പൈതൃകം കേരളത്തിന്റെ സ്വത്താണ്. അന്നത്തെ ആലിമ്യങ്ങളെ പരിശോധിച്ചാൽ അവർക്ക് ഭൗതികമായ ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷേ ഭൗതിക ജ്ഞാനമുണ്ടെങ്കിലും ആത്മീയത വിട്ട് കളിക്കാത്ത പണ്ഡിതന്മാർ, ലോകം തിരിയാത്തവരായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ശരിക്കും വിവരമുള്ളവരായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം അവർക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തുഹ്ഫത്തുൽ മുജാഹിദീനും തഹ്രീറും ഒക്കെ. ഇല്ലെങ്കിൽ അധിനിവേശത്തിനെതിരെ സമൂഹത്തെ എങ്ങനെ അവർ ഉത്ബോധിപ്പിക്കാൻ യോഗ്യരാകും? അധിനിവേശത്തിന്റെ അപകടങ്ങളും ചതിക്കുഴികളും എങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും? വലിയുല്ലാഹി ഖുത്ബ് സമാനും അങ്ങനെ തന്നെയല്ലേ? വൈദേശിക അധിനിവേശികൾക്കെതിരെ ധീരമായി പൊരുതുവാൻ സമൂഹത്തെ പഠിപ്പിച്ചു സൈഫുൽ ബത്താറിലൂടെ. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ സമൂഹത്തിന് സമർപ്പണം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? സ്വാതന്ത്ര്യ വാഞ്ചയില്ലാത്തൊരു സമൂഹത്തെ സ്വാതന്ത്ര്യ വാഞ്ചയുള്ളവരാക്കുകയും ദേശസ്നേഹം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അധിനിവേശത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചു. രണ്ടു മേഖലകളിലും കൈവച്ച മഹാപണ്ഡിതന്മാർ. അതാണ് നമ്മുടെ പൈതൃകം, അതാണ് നമ്മുടെ പാരമ്പര്യം. ഒന്നും തിരിയാത്തവരോ കേവലം പള്ളിമുകളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളോ ആയിരുന്നില്ല ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ. ഞാനതിന്റെ ചരിത്രം വിശദീകരിച്ച് പറയുന്നതിൽ പലപ്പോഴും നമ്മൾ ചർവണം നടത്തുന്ന വിഷയങ്ങളാണ്. ഞാൻ വരുന്നു. വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ ഇപ്പോൾ നമുക്ക് സമയമുള്ളൂ. ആ മഹാനായ മഖ്ദൂം, ആ മഖ്ദൂമിന്റെ പാരമ്പര്യം, അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അഭിപ്രായാന്തരമില്ലാത്ത ഒരു സമൂഹത്തെ കേരളത്തിൽ ദീനിയായ ചിട്ടയിലും ദീനിയായ ബോധനത്തിലും അവർ വളർത്തിക്കൊണ്ടുവന്നു. യാതൊരു തരത്തിലുമുള്ള അഭിപ്രായാന്തരം കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. രണ്ടാമത്തെ മഖ്ദൂം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു കാലഘട്ടം പഠിക്കൂ. ചരിത്രകാരന്മാർ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ മഖ്ദൂം ലോകത്തോട് വിട പറഞ്ഞത് ഹിജ്റ 991 ഹിജ്റ 991. ഹിജ്റ 991 മഖ്ദൂം മരിച്ചു എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു കണക്ക് നമ്മൾ എടുത്താൽ നമ്മുടെ കേരളക്കരയിൽ മഖ്ദൂമിന്റെ സേവനം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ശരിക്കും വിളക്കത്തിരുത്തി സനത് കൊടുത്ത് വലിയ ഒരു പണ്ഡിത വൃന്ദത്തെ ഇവിടെ വാർത്തെടുത്ത് കഴിഞ്ഞിരുന്നു. ഭരണാധികാരികൾ പോലും അവരെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇസ്ലാമിനെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട്ട് സാമൂതിരിപ്പാട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ സാമൂതിരിപ്പാടിന്റെ നാട്ടിൽ ഈ മതത്തിന് നല്ല സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് മാത്രമല്ല ആദരവ് ലഭിച്ചു. ആലിമീങ്ങൾക്ക് വലിയ ആദരവ് ലഭിച്ചു. സകല സൗകര്യങ്ങളും സാമൂതിരി ചെയ്തു കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുസ്ലിം പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ മഹല്ലുകൾക്ക് അധികാരം കൊടുക്കുന്ന ഒരവസ്ഥ വന്നു. ജുമുഅക്ക് പോകാത്തവനെ ശിക്ഷിക്കാൻ അധികാരം. മുസ്ലിങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും രാജാവിന്റെ കൊട്ടാരത്തിൽ മുമ്പിൽ വന്നാൽ തന്നെ രാജാവ് പറയും അത് പള്ളിയിലെ കാദിയോട് ചെന്ന് പറയണം, പള്ളിയിൽ ചെന്ന് പറയണം. നമ്മളൊക്കെ തമാശക്ക് പറയുന്ന അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന പ്രയോഗം തന്നെ അക്കാലത്തുണ്ടായതാ. നമുക്കിന്നതൊരു തമാശയാ. മുസ്ലിങ്ങളെ പ്രശ്നം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ തീരും. ആ ഒരു അവസ്ഥയിലേക്ക് പള്ളിക്കും പള്ളിയുടെ ആളുകൾക്കുമുള്ള ഒരു പരിഗണന. തെറ്റ് ചെയ്ത മുസ്ലിമിനെ ശിക്ഷിക്കാൻ അവകാശം കാദിക്ക്. ജുമുഅക്ക് പോകാത്തവനെയോ അല്ലെങ്കിൽ ഇസ്ലാമികമായി തെറ്റ് ചെയ്തവനെയോ വിളിച്ചു വരുത്തി കാദി ഒരു നടപടിയെടുത്താൽ പിന്നെ രാജകൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പ്രജ പരാതിപ്പെട്ടത് കൊണ്ട് ഫലമില്ല, മുസ്ലിം ആണെങ്കിൽ അത് തന്നെ വിധി. അത്രയും വലിയൊരു പ്രതാപ ഐശ്വര്യ കാലഘട്ടം കേരളീയ മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്നു. എന്തേ കാരണം? യാതൊരു തരത്തിലും അവർക്ക് അഭിപ്രായാന്തരം ഉണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലും അവർ ഭിന്നിച്ചിരുന്നില്ല. ഭിന്നിപ്പില്ലാതെ ഒരു നേതൃത്വത്തെ അനുസരിക്കുന്ന സമൂഹം ഒരുമിച്ച് നിന്നാൽ അതിന്റെ നേട്ടം കാണും. നമ്മുടെ സമൂഹത്തിൽ ഈ പൈതൃകം ശരിക്ക് കൊണ്ടു നടന്നു നമ്മുടെ കാരണവന്മാർ. അവർ പഴയകാല ആചാരങ്ങൾ മുഴുവൻ അണ്ടിച്ചു, പ്രവർത്തിച്ചു, അതനുസരിച്ച് പോയി. ഇത്തരം മക്ബറകളിൽ വന്നു, സിയാറത്ത് ചെയ്തു, മഹാന്മാരുടെ ബറക്കത്തെടുത്തു, തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചു. മഹാന്മാരെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തി. ആരും എതിർത്തില്ല. മഖ്ദൂമ കാണിച്ച പാരമ്പര്യം, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയും സംഘവും വന്ന് ഇവിടെ കാണിച്ചു കൊടുത്ത ദീനിന്റെ പൈതൃകം, അതാണ് നമ്മുടെ പൈതൃക സ്വത്ത്. നൂറ്റാണ്ട് 15ആയി. പൈതൃകത്തിന്റെ 15ആം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. 14 നൂറ്റാണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ദീൻ, അത് സ്വഹാബത്ത് ഏറ്റുപിടിച്ചു, അവരിലൂടെ പ്രചരിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. കൃത്യമായി നമ്മൾ പറഞ്ഞാൽ മഖ്ദൂം ഹിജ്റ 991 മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം എന്താ?
കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ചെറിയ തോതിൽ ഒരു ഭിന്നവീക്ഷണം തുടങ്ങുന്നത് 920-കളിലാണ്. 920-ന്റെ മുമ്പിൽ നമ്മൾ തമ്മിൽ ഒരു ഭിന്നവീക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഖ്ദൂം മരിച്ച് ഏതാണ്ട് 3.5 നൂറ്റാണ്ട്. 3.5 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 350 കൊല്ലം. ഇനി എന്തൊക്കെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും 300 കൊല്ലം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. ഒരു ചരിത്രത്തിന്റെ തൊണ്ടുകടലാസ് വെച്ചുകൊണ്ടും ആ 300 കൊല്ലം എന്ന അവകാശവാദത്തെ ഒരാൾക്കും എതിർക്കാൻ കഴിയില്ല. രണ്ടാമത്തെ മഖ്ദൂം മരിച്ചിട്ട് 300 കൊല്ലം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഒരു തർക്കവും കേരളീയ മുസ്ലിങ്ങളില്ല. 3 നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ അന്തസ്സായി ദീൻ കൊണ്ട് നടന്നില്ലേ? അവർ ദീൻ പഠിച്ചില്ലേ, പഠിപ്പിച്ചില്ലേ, സമൂഹത്തിന് എത്തിച്ചു കൊടുത്തില്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കേരളീയ മുസ്ലിങ്ങൾക്കുള്ളിൽ ഉണ്ടായോ? അതിനുശേഷം പിന്നീട് ഈ അഭിപ്രായാന്തരം കേരളീയ മുസ്ലിങ്ങളിൽ വരുന്നു. ആ അഭിപ്രായാന്തരം വന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ അത് ചർച്ചയാകുന്നു. അതിന്റെ വന്ന വഴികളും അതിന്റെ രീതികളും ഒക്കെ ഈജിപ്ത് വഴി കടന്നു വന്ന രീതിയും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുൽ റഷീദുള്ളയും അതിൽ വഹിച്ച പങ്കും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ മുഴുവൻ ആളുകൾക്കും ചരിത്രത്തിലൂടെ വായിക്കാൻ കഴിഞ്ഞതും പഠിക്കാൻ കഴിഞ്ഞതുമാണ്. ആ രീതിയിൽ നമ്മുടെ കേരളത്തിലേക്ക് ഈജിപ്ഷ്യൻ ചിന്തയിലൂടെ കടന്നു വന്ന ഈ പുതിയ പ്രവണതകൾ, ആ പ്രവണതകൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ എവിടെ എത്തിച്ചു എന്ന് ചരിത്രം പറയുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ ചരിത്ര രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവർ ഈ ചിന്തകൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വിതറുന്ന കാലഘട്ടം വരെ കേരളീയ മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലും അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ പറഞ്ഞ ഒരു തത്വം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ മാത്രം ആധാരമാക്കുക, മറ്റുള്ളതിനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. അവരുടെ സ്വഭാവം, അവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ഏത് സമയത്തും അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം, എന്ത് വിഷയം ചോദിച്ചാലും ശരി, ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യം അതാണ്, ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ എന്ന ചോദ്യമല്ല വിഷയം. ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ആദ്യം ബുഖാരിയിലുണ്ടോ എന്ന് പിന്നെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ? അത്തരമൊരു രീതി നമ്മുടെ സമൂഹത്തെ ആര് പഠിപ്പിച്ചു? ഏത് പൈതൃകമാണത്? അവിടെ നിന്നാണ് നമ്മൾ ചർച്ച ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ഹദീസ് അല്ലാഹുവിന്റെ വിശുദ്ധ തിരുദൂതർ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു ഗൗരവമുള്ള പദപ്രയോഗത്തിലൂടെയാണ് വിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ശരിക്കും എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കണം. വലിപ്പക്കാരെ സംബന്ധിച്ചുള്ളത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരാണ് ചെറുതായി ഇങ്ങനെ വഴിമാറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയകാല പൈതൃകത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചിലർക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? അതൊക്കെ നബി തങ്ങൾ മുമ്പേ പറഞ്ഞു. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു എനിക്ക് ഖുർആനും തന്നിട്ടുണ്ട്, അതുപോലെ വേറെ ചിലതും തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പരിശുദ്ധ ഖുർആൻ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ പടച്ചറബ് എനിക്ക് വേറെ ചിലവും തന്നിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആന്റെ ബോധനം മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനോടൊപ്പം നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ പലതും കൊടുത്തിട്ടുണ്ട്. ഖുദ്സിയ ഹദീസുകളുണ്ട്, മറ്റു നിർദ്ദേശങ്ങളുണ്ട്, പലതുമുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് പരിശുദ്ധ പ്രവാചകർ പറയുന്നു, അലാ യൂശികു റജുലുൻ ശഅബാന അലാ അരീകതിഹി യഖൂൽ. ഭയപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരു കാലം, ചില ആളുകൾ വയറ് നിറച്ച് അവർ ഉയർന്ന പീഠത്തിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയും. ആ പദത്തിന്റെ പ്രയോഗത്തിലുള്ള ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തസത്ത നോക്ക് നിങ്ങൾ. കാലും കയറ്റിയിരുന്നിട്ട് സ്റ്റേജുമൊക്കെ ഇരുന്ന് പറയുന്ന പോലെ വയറ് നിറച്ച് സമൂഹത്തോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അത്യാവശ്യം സൗകര്യവും സംവിധാനവും ഉള്ളപ്പോൾ അവർ സമൂഹത്തോട് പറയുന്ന, കുറച്ച് സൗകര്യവും സംവിധാനമുള്ളപ്പോൾ സമൂഹത്തോട് പറയുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യാം. അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്യുക, അതുപോലെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അതല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി ബിരുദമെടുക്കുക, ബിരുദാനന്തര ബിരുദമെടുത്തുകൊണ്ട് തിരിച്ചു വരിക. സമൂഹ സാഹചര്യത്തിൽ ഞാൻ അല്പം ഉയർന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുക, അതല്ലെങ്കിൽ കുറച്ച് പുതിയ പണം കയ്യിൽ വരിക. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഭൗതിക നിഅമത്ത്, അത് വിദ്യാഭ്യാസത്തിലൂടെയോ
അതല്ലെങ്കിൽ പണത്തിലൂടെയോ എങ്ങനെയെങ്കിലും അല്പം കിട്ടിക്കഴിഞ്ഞാൽ അവന് തോന്നും ഞാൻ അല്പം ഉയർന്നിട്ടുണ്ട്, അപ്പോൾ അവൻ പറയും എന്നല്ലേ അതിന്റെ സാരം. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമുക്കുണ്ട്, നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മളെ കുറച്ച് ഉയർന്നിട്ടുണ്ട്. അപ്പൊ അവൻ പറയും, എന്താണ് അവൻ പറയുക? അലൈക്കും ബിഹാദൽ ഖുർആൻ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂഹു. നിങ്ങൾ ഖുർആനിലേക്ക് നോക്കിയാൽ മതി. ആ ഖുർആനിൽ എന്തെങ്കിലും ഹലാൽ ഉണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചോ. ആ ഖുർആനിൽ എന്തെങ്കിലും ഹറാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോ. അതിലപ്പുറം നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ 2 വട്ടം ചിന്തിക്കണം എന്നാണ് അഭിപ്രായം. അത് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പഠിപ്പിച്ചു തന്നാൽ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരി തങ്ങളെ പോലുള്ള മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇമാം ഷാഫി തങ്ങളെ പോലുള്ള ആളുകൾ ഹദീത്ത് പഠിച്ചുകൊണ്ട് മനഃപ്പാഠമാക്കി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന അവരഭിപ്രായം. അത് തന്നെയാണ് പരിശുദ്ധ തിരുദൂതർ പറയുന്നത്. ഖുർആൻക്ക് നോക്കിയാൽ മതി, നിങ്ങൾ ഹദീത്തിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുക. അവിടെയാണ് പരിശുദ്ധ തിരുദൂതർ നമുക്ക് പഠിപ്പിക്കുന്നത്, ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് അള്ളാഹു ഹറാമാക്കിയത് പോലെയാണ്. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഈ പുതിയ ചിന്ത കൈവന്ന ആളുകൾ, ഞാൻ അവരെ വിമർശനാത്മകമായിട്ടല്ല കാണുന്നത്, നമ്മൾ തന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടി പറയുക എന്ന് മനസ്സിലായിക്കോളൂ. ഒരു വിമർശനാത്മക രൂപം ഒഴിവാക്കിയിട്ട് നമ്മളെ തന്നെ ഒന്ന് പഠിക്കണമല്ലോ. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ ആശങ്കയുണ്ടെങ്കിൽ അത് അകറ്റണമല്ലോ. ആ വിഭാഗം ആളുകൾ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനം എന്താ? നേരിട്ട് ഖുർആൻ അതിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീത്ത് പോലും പരിഗണിക്കുന്നില്ല. നേരിട്ട് ഖുർആൻ പഠിക്കാനും വ്യാഖ്യാനിക്കാനും ആർക്ക് കഴിയും? കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ മാത്രം അവലംബിച്ചുകൊണ്ട് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? 5 വക്ത് നമസ്കാരം കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റുമോ സാധാരണക്കാരന്? 5 വക്ത് നമസ്കാരങ്ങളുടെ സമയം ഖുർആനിലുണ്ടോ? ഓരോ നിസ്കാരങ്ങളുടെയും റക്അത്തും അതിന്റെ രീതിയും ഖുർആനിലുണ്ടോ? ആര് പഠിപ്പിച്ചു? അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു. തിരുദൂതർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പഠിപ്പിച്ചു. അപ്പോൾ പൂർവീകരെ ശരിക്ക് അനുധാവനം ചെയ്തുകൊണ്ട് പൈതൃകം കളഞ്ഞു കുളിച്ചാൽ എവിടുന്ന് കിട്ടും ഇത്? പൈതൃക സ്വത്തിൽ സംശയം തോന്നിയാൽ പിന്നെ നമുക്ക് എങ്ങനെ ഇതിന്റെ പുണ്യരൂപം കിട്ടും? അതുകൊണ്ടാണ് പറയുന്നത്, ഈ പൈതൃകത്തെ ശരിക്കും മുറുകെ പിടിച്ചേ പറ്റൂ. സിറാത്ത് മുസ്തഖീമിനെ പഠിപ്പിച്ചപ്പോൾ പോലും ഖുർആൻ ആ രീതി അവലംബിക്കാൻ കാരണം എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോ സിറാത്ത് മുസ്തഖീമിൽ എന്നെ ചേർക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സിറാത്തുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ മാർഗം സിറാത്തുൽ ഇസ്ലാമി എന്ന് പറഞ്ഞില്ല. അത് രണ്ടും പറയുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച മാർഗം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പൂർവീക പാത, പൈതൃക പാത, അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗത്തിന്റെ പാത. ആ പാതയിൽ എന്നെ ചേർക്കണമെന്ന് പറയുന്നതിന് ഇസ്ലാമിന്റെ മാർഗത്തിൽ ചേർത്താൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹുവേ എന്നെ നേർവഴിക്കാക്കണേ അഥവാ ഇസ്ലാമിന്റെ മാർഗത്തിലാക്കണമേ പോരെ? അള്ളാഹുവേ നേർവഴിക്കാക്കണമേ ദീനിന്റെ മാർഗത്തിൽ അഥവാ നിന്റെ മാർഗത്തിലാക്കണമേ എന്ന് പറഞ്ഞാൽ പോരെ? ഈ സമൂഹത്തിൽ എല്ലാവരും പറയുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഈ സമൂഹത്തിൽ പലരും പറയുന്നു ഞങ്ങൾ ദീനിന്റെ മാർഗത്തിലാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിലാണ്. ആരും ഇസ്ലാമിന്റെ മാർഗമല്ലെന്ന് പറയുന്നില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടമുള്ള ഒരു കാര്യം, അള്ളാഹുവിന്റെ മാർഗമെന്നോ ദീനിന്റെ മാർഗമെന്നോ ആരവകാശപ്പെടുന്നുവെങ്കിലും അവരുടെ വക എന്ത് കടത്തിക്കൂട്ടലുകളും വ്യാഖ്യാന കസർത്തുകളും അതിൽ നടത്തിയാലും നമുക്കത് തിരിച്ചെടുക്കാനോ നമുക്കതേക്കുറിച്ച് പറയാനോ അവകാശമുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹീത വിഭാഗത്തിന്റെ പാത, നേർപാത. ആ പാതയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗം. അത് നമ്മൾ അവലംബിച്ചു, അത് നമ്മൾ മുറുകെ പിടിച്ചു. അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ ശരിയായ പാതയിലൂടെ നടന്നപ്പോൾ നമ്മൾ ഇത്തരം മഹത്തുക്കളെ അംഗീകരിച്ചു. വലിയുല്ലാഹി ഖുത്ബ സമാൻ സയ്യിദ് അലവിൽ മംബറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതുപോലത്തെ മഹാന്മാരെ അവരെ ബർക്കത്ത് നമ്മൾ എടുക്കാൻ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാനെ നമ്മൾ ബഹുമാനിച്ചു. പക്ഷെ ഇവര് പറഞ്ഞു ആ പ്രവർത്തനം ഖബർ പൂജയാണ്, ജീവിച്ചിരിക്കുന്നുവെങ്കിൽ വ്യക്തി പൂജയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരൊക്കെ എന്ന രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രചരണം നടത്തി. എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ പ്രചരണത്തിന്റെ അപകടം.
എന്നിട്ട് നമ്മളെക്കുറിച്ച് അവർ ഉപയോഗിച്ച പദമോ, നമ്മളൊക്കെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. മുശ്രിക്കീങ്ങൾ എന്ന പദമാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്. നമ്മളെക്കുറിച്ച് ലജ്ജയില്ലാതെ ഇന്നും പറയുന്നു മുശ്രിക്കീങ്ങൾ, നമ്മളൊക്കെ ശിർക്ക് ചെയ്യുന്നവർ. മുശ്രിക്ക് എന്ന പദം കേൾക്കാൻ അത്ര ഗൗരവം നമുക്ക് തോന്നുന്നില്ലെങ്കിലും കാഫിറിനേക്കാൾ ഗൗരവമുള്ള പദമല്ലേ? കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം നിഷേധി എന്ന് മാത്രമാണ്. മുശ്രിക്ക് എന്ന ബഹുദൈവ വിശ്വാസി. ബഹുദൈവത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ അവൻ പടച്ചറപ്പിൽ നിന്ന് ഏറെ വിദൂരത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും പൊറുക്കാത്ത കുറ്റം, ആ ഒരു കുറ്റം മാത്രം പടച്ചറപ്പ് പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിൽ പങ്കു ചേർത്താൽ പടച്ചറപ്പ് ഒരിക്കലും അത് പൊറുക്കില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ആ ഒരു തെറ്റല്ലാത്ത എന്ത് തെറ്റ് ആര് ചെയ്താലും പടച്ചറപ്പ് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്ത് തെറ്റ് നിങ്ങൾ ചെയ്താലും പടച്ചറപ്പ് പുറത്തു തരും. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടുളിയെറിഞ്ഞു കൊന്ന വഹശിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പുറത്തു കൊടുത്ത വഹശി മുസ്ലിമായി. സ്വഹാബിയാണ്, നമ്മളെക്കാൾ ദർജയിലാണുള്ളത്. ഹിന്ദെന്ന പെണ്ണിന് പോലും ഇസ്ലാം പുറത്തു കൊടുത്തു. ആ മഹദി നമ്മളെക്കാൾ ഉയർന്ന ദർജയിലാണ്, സ്വഹാബിയാത്തിൽപ്പെട്ട പെണ്ണാണ്. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഗതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കി, എങ്ങനെ നമ്മളെക്കുറിച്ച് അവർ കാഫിർ എന്ന് പറയും, എങ്ങനെ നമ്മളെക്കുറിച്ച് മുശ്രിക് എന്ന് പറയും? ആ പ്രവർത്തനം തന്നെ തെറ്റല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു സലാസും മിൻ അസ്ലിൽ ഈമാൻ. വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു സലാസും മിൻ അസ്ലിൽ ഈമാൻ. 3 കാര്യങ്ങൾ ഈമാനിന്റെ അടിത്തറയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിത്തറയാണ് 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? അൽ കഫു അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നാം ഒരിക്കലും വ്യാജമായ പ്രചരണം നടത്തുവാനോ അവനെ എതിർക്കുവാനോ അവന്റെ പ്രവർത്തനത്തെ നമ്മൾ മോശമാക്കുവാനോ പാടില്ല. പരിശുദ്ധ ദീൻ പറയുന്നു, ലാ നുകഫിറുഹു ബിദംബിൻ വലാ യുഖ്രിജുഹു അനിൽ ഇസ്ലാമി ബിൽ അമൽ വലാ നുഖ്രിജുഹു. അവനെ നമ്മൾ പുറത്താക്കാൻ പാടില്ല. ലാ നുകഫിറുഹു, അവനെ നമ്മൾ കാഫിറാക്കാൻ പാടില്ല. ലാ നുകഫിറുഹു ബിദംബിൻ, അവന്റെ ദോഷം കാരണം അവനെ നമ്മൾ കാഫിർ എന്ന് പറയാൻ പാടില്ല. വലാ നുഖ്രിജുഹു അനിൽ ഇസ്ലാമി ബിൽ അമൽ, അവന്റെ പ്രവർത്തന വൈകല്യം കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും നമുക്ക് അധികാരമില്ല. ഇവര് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി. നമ്മൾ അഥവാ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളോ നമ്മിൽപ്പെട്ട ഏതെങ്കിലും നമ്മളറിയുന്ന ആലിമീങ്ങളോ ഈ ബിദ്ഈ ചിന്ത വെച്ച് പുലർത്തിയ ഒരാളെ പോലും ഇസ്ലാമിന്റെ പടിക്ക് പുറത്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെക്കുന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവരെ കുറിച്ച് മുശ്രിക്ക് എന്നൊന്നും പറഞ്ഞ മുബ്തദി എന്ന പദം മാത്രമേ മാക്സിമം പ്രയോഗിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ദീനിൽ ഇല്ലാത്ത പുതിയ വിഷയങ്ങൾ കടത്തിക്കൂട്ടിയ പുതിയ വാദികൾ എന്ന് മാത്രം, വേറൊന്നും പറഞ്ഞിട്ടില്ല. എത്ര മിതത്വമാണ് നമ്മുടെ ആലിമീങ്ങൾ സ്വീകരിച്ചത്. വിശുദ്ധ ദീൻ പറയുന്നു, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാന്റെ അസ്ലിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വസിച്ച മനുഷ്യനോട് ഒരിക്കലും നമ്മൾ കുഴപ്പത്തിന് പോകാൻ പാടില്ല, അവനെ ദീനിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. 3 കാര്യം പറഞ്ഞു ഈമാന്റെ അസ്ൽ. 3 പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് പൂർത്തീകരിക്കുന്നു. വൽ ജിഹാദു മാദിം മുൻദു ബഅസനി അല്ലാഹു ഇലാ അൻ യുഖാതില ആഖിർ ഉമ്മത്തി അദ്ദജ്ജാൽ. ഈ ഉമ്മത്തിലെ അവസാനത്തെ ആള് ദജ്ജാലിനോട് പൊരുതുന്നത് വരെ എന്റെ നിയുക്തിക്ക് ശേഷം ലോകത്ത് ജിഹാദ് നടന്നുകൊണ്ടേ ഇരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധർമ്മത്തിനെതിരെയുള്ള ജിഹാദ് നടന്നുകൊണ്ടേയിരിക്കും, നമ്മൾ നടത്തുകയും വേണം. ലാ യുബ്തിലുഹു ജൗറു ജാഇരിൻ വലാ അദ്ലു ആദിലിൻ. നീതിമാന്റെ നീതിയോ അക്രമിയുടെ അക്രമമോ അതിക്രമമോ അതിനെ തടയരുത്. സത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കണം, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. അതാണ് 2ാമത്തെ അസ്ൽ. 3ാമത്തേത് വൽ ഈമാനു ബിൽ അഖ്ദാർ, വിധിയിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. ഇത് 3ഉം ഈമാന്റെ അസ്ലാണ് എന്ന് വിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താത്വികമായ ഈ വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കേവലം ഭാഗ്യപ്രകടനമല്ല ഇത്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ഒരു മനുഷ്യനെ എങ്ങനെ മുശ്രിക്കാക്കും? അത് ഗൗരവമല്ലേ? അത് മുസ്ലിം ലോകത്തിന്റെ പൈതൃകത്തിനെതിരല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഉച്ചരിച്ച ഒരു വിഭാഗത്തെ എങ്ങനെ ദീനിൽ നിന്ന് പുറത്താക്കും? അത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം എന്താ? മുശ്രിക്ക് എന്ന ഒരാളെ കുറിച്ച് പറയാൻ പാടുണ്ടോ? എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തില്ലേ? അതിന്റെ ഗൗരവാവസ്ഥ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെന്ന് ബോധ്യപ്പെട്ട് നോക്ക്.
എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബദ്ധം പറ്റിയ സ്വഹാബത്തിനെ കൊണ്ട് പോലെ നബി തങ്ങൾ എന്താണ് ചെയ്യിച്ചത് പറയിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രം വളരെ വ്യക്തമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. ഉസാമ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയായിരുന്നു. ആ സ്വഹാബി ഒരു യുദ്ധമുഖത്ത് വന്നു. അങ്ങനെ യുദ്ധമുഖത്ത് വന്ന വിഷയം, യുദ്ധത്തിൽ വിജയിച്ചു മുസ്ലിങ്ങൾ. വിജയത്തിന്റെ വൃത്താന്തമെത്തി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സവിധത്തിൽ ഇവർ വരുന്നതിന്റെ മുമ്പ് തന്നെ വിജയത്തിന്റെ വൃത്താന്തം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിജയത്തിന്റെ വൃത്താന്തം എത്തിക്കഴിഞ്ഞ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ട സ്വഹാബി കടന്നു വന്നപ്പോൾ ഉണ്ടായ സംഭവം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ലമ്മൻ ഹസമൽ ഖൗമു, ജനങ്ങൾ ഒന്നാകെ ആ യുദ്ധത്തിന്റെ മുഖത്ത് തടിച്ചുകൂടുന്ന ജനങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അദ്റക്തു റജുലൻ, ഞാൻ ഒരു ശത്രുക്കളിൽപ്പെട്ട മനുഷ്യനെ കണ്ടു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാനൊരു മനുഷ്യനെ കണ്ടു. അദ്റക്തു റജുല, ഞാൻ ഒരു മനുഷ്യനെ കണ്ടു ശത്രുമുഖത്ത്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ശത്രുക്കളുടെ ഗണത്തിൽപ്പെട്ടുകൊണ്ട് വന്ന് ഞാൻ അവനുമായി ഏറ്റുമുട്ടുന്ന അവസാനത്തെ രംഗമാണ്. ഞാൻ ആ മനുഷ്യനെ കുന്തവുമായി നേരിടാൻ പോവുകയാണ്. ആ മനുഷ്യനെ ഞാൻ കുന്തവുമായി നേരിടുമ്പോൾ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എൻ്റെ കുന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ എൻ്റെ വാളെടുത്ത് പ്രയോഗിക്കാൻ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ അങ്ങ് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫതഅനതുഹു വഖതൽതുഹു വഖതൽതുഹു, ഞാൻ അവനെ കുത്തിക്കൊന്നു, ഞാൻ ആ മനുഷ്യനെ അങ്ങ് കൊന്നു. ഈ വിഷയം അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തു. ഓൻ രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ലേ? ശത്രുക്കളുടെ ഗണത്തിൽ വന്നുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ലേ? ആ കാപ്പട്ട് ഞാൻ അംഗീകരിച്ചു കൊടുത്തില്ല, ഞാൻ അവനെ കുത്തുകയും കൊല്ലുകയും ചെയ്തു എന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വളരെയധികം അഭിമാനത്തോടു കൂടി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അതാ അവതരിപ്പിക്കുന്നു. ഫതഅയ്യറ വജ്ഹു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ കിതാബിൽ കാണുന്നു, അഷ്റഫുൽ ഖൽഖിന്റെ മുഖമങ്ങ് വിവർണമായി, കാരുണ്യത്തിന്റെ പ്രവാചകരുടെ മുഖമങ്ങ് വിവർണമായി. എന്നിട്ട് ചോദിച്ചു, വൈഹക യാ ഉസാമ, വൈഹക യാ ഉസാമ, ഉസാമ കഷ്ടം, നിന്റെ നാശം ഉസാമ, നീ എന്താ ഈ ചെയ്തത്? എന്നിട്ട് നബി തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, വകൈഫ ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നീ കുത്തിക്കൊന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചൊരു മനുഷ്യനെ നീ കുത്തിക്കൊന്നോ? നീ ആ ചെയ്ത പ്രവർത്തനം എന്തുമാത്രം മോശമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പറച്ചിലിങ്ങനെ ആവർത്തിച്ച് വന്നപ്പോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹത്താ ലൗ വദത്തു അന്നീൻ സലഖ്തു മിൻ കുല്ലി അമലിൻ അമൽതുഹു, പടച്ചോനെ, ഞാൻ ഇസ്ലാമിന് വേണ്ടി ഇതുവരെ ചെയ്ത അമലൊക്കെ ഊരിപ്പോകുന്ന രീതിയിൽ എല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് അദ്ദേഹം ചിന്തിച്ചു, വസ്തഖ്ബൽതുൽ ഇസ്ലാമ യൗമഇദിൻ മിൻ ജദീദ്, ഒരു പുതു മുസ്ലിമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വന്നാലോ, ഇതുവരെ ഉള്ളതൊക്കെയാണ് തേച്ച് മായിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ മുസ്ലിമായി വരണം, എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടൂ എന്നെനിക്ക് തോന്നിപ്പോയി. അത്രമാത്രം ആ പ്രവർത്തനത്തെ അഷ്റഫുൽ ഖൽഖ് ആക്ഷേപിച്ചു എന്നതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉച്ചരിച്ചതായിരിക്കാം. എങ്കിൽ പോലും നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഉസാമ നീയാളെ നെഞ്ച് പിളർന്നു നോക്കിയോ? ഉസാമ നീയാളെ നെഞ്ച് പിളർന്നു നോക്കിയോ? നോക്കണം നിങ്ങൾ, യുദ്ധരംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് തടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവനാണെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ നീ വെട്ടിയത് ശരിയായില്ല ഉസാമ എന്ന് ലോകത്തിന്റെ വിമോചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഒരു ഉമ്മത്തിൽപ്പെട്ട മഹത്തുക്കളായ പണ്ഡിത വൃന്ദമടങ്ങുന്ന വലിയ മഹത്തുക്കളായ കേരളം കണ്ട ആലിമീങ്ങൾ അടങ്ങുന്ന വലിയ ഒരു സഭയുടെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ മുഴുവൻ എങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും? അതൊരു ലാഘവമുള്ള കാര്യമല്ലല്ലോ, ലഘുവായ വിഷയമല്ലല്ലോ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ ആവർത്തിച്ചുള്ള നബി തങ്ങളുടെ പറച്ചിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൽബിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു, എത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലത് പതിഞ്ഞു. ആ മനുഷ്യൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഉഖാതിലു അഹദൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമ തന്റെ ജീവിത അവസാനം വരെ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ഒരൊറ്റ മനുഷ്യരെയും ഞാൻ ഇനി യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലുകയില്ല, ഞാൻ അവരോട് സമരത്തിന് പോകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ഒരു മനുഷ്യനോട് പോലും ഞാൻ സമരസജ്ജനാകില്ല, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിലല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവും തമ്മിലുള്ള സംഘടന നടക്കുന്നത്. ആശയ സംഘട്ടനത്തിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്നുകൊണ്ട് യുദ്ധത്തിന്റെ രംഗത്ത് വരെ എത്തി. കൊടുമ്പിരി കൊണ്ട പ്രശ്നം, രൂക്ഷമായ പ്രശ്നം, സമൂഹത്തിൽ വലിയ അപകടകരമായ പ്രശ്നം.
അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ഭാഗത്ത്, മുആവിയ ഇബ്നു അബി സുഫിയാൻ എന്ന ഇസ്ലാമിന്റെ പ്രഗൽഭനായ ഒരു ഭരണാധികാരി മറുഭാഗത്ത്. രണ്ടുപേരും അപ്പുറത്തും രണ്ടുപേരും മോശക്കാരല്ല. വമ്പിച്ച പ്രശ്നം. ആ പ്രശ്നം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു പലരും. ഉസാമ, നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ല? നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സമരസജ്ജനായി വാളെടുത്തുകൊണ്ട് വരേണ്ടവനല്ലേ? ആ ഘട്ടത്തിൽ പോലും ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഓർത്തത് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പോലും പ്രതീക്ഷിച്ചു, എന്തുകൊണ്ട് ഉസാമ എന്റെ കൂടെ നിന്നുകൊണ്ട് സമരസജ്ജനാകുന്നില്ല? അവസാനം തന്റെ പ്രിയപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്ന ഖലീഫക്ക് ഹൃദയത്തിൽ ചാലിച്ച ഭാഷയിൽ, വളരെ മനോഹരമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല നല്ല ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നക ലൗ കുന്ത ഫീ സിദ്ഖിൽ അസദ്, നിങ്ങളൊരു സിംഹത്തിന്റെ വായിൽ പെട്ടു ഖലീഫ, നിങ്ങളൊരു സിംഹത്തിന്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളോടൊപ്പം ആ സിംഹത്തിന്റെ വായിലേക്ക് വരാൻ ഞാൻ സജ്ജനാണ്. എന്റെ പ്രിയപ്പെട്ട ഖലീഫ, നിങ്ങളൊരു സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടു എന്ന വാർത്ത ഈ പാവപ്പെട്ട ഉസാമക്ക് കിട്ടിയാൽ, അങ്ങന്റെ ഖലീഫയാണ്, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്, നിങ്ങൾക്കൊപ്പം ആ സിംഹത്തിന്റെ വായിലേക്ക് നിങ്ങൾക്കൊപ്പം കടന്നു വരാൻ ഉസാമത്ത് ബിൻ സയ്യിദ് സജ്ജനാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് അതിന് സജ്ജനാണ്, ഉറപ്പാണ്, ഞാൻ വരും. വലാകിൻ ഹാദാ അംറുൻ ലം അറഹു, പക്ഷെ ഈ കാര്യത്തിന് എന്നെ വിളിക്കരുത്. ഇത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പരസ്പര സംഘടനമാണ്, അതിനെന്നെ വിളിക്കരുത്, അക്കാര്യത്തിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസാമത്ത് ബിൻ സയ്യിദ് തന്റെ നിഷ്കളങ്കത പ്രകടിപ്പിച്ചുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എഴുതിയ വാചകം ചരിത്രത്തിൽ മനോഹരമായി കാണപ്പെടുന്നു. ആ കത്ത് അദ്ദേഹം അയച്ചതിന്റെ ശേഷം പലരും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, സയ്യിദ്, ഉസാമത്ത് ബിൻ സയ്യിദ്, സത്യത്തിന് വേണ്ടി നിലകൊണ്ട സയ്യിദ്, നിങ്ങൾ കാര്യം മനസ്സിലാക്കി സമരം ചെയ്യേണ്ടവനല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഉസാമ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനം പോലും ഓതി കൊടുക്കാൻ ആളുകളുണ്ടായി, അദ്ദേഹത്തെ സമരസജ്ജനാക്കാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വളരെ വ്യക്തമായി, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. കുഴപ്പം ഒതുങ്ങുന്നത് വരെ നിങ്ങൾ സമരസജ്ജനാകണം, സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി എല്ലാ ആരാധനകളും ഒരുമിക്കുന്ന സമയം വരെ നിങ്ങൾ സമരസജ്ജരായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഉസാമ റളിയല്ലാഹു തആല അവരോട് തിരിച്ചു പറഞ്ഞു, ഉലൈക ഹുമുൽ മുശ്രികൂൻ, അത് മുശ്രിക്കുകളെ കുറിച്ച് ആ കൂട്ടരെ പറഞ്ഞത്, മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്നതിനെ കുറിച്ചല്ല ആ പറഞ്ഞത്. വലഖദ് ഖാതൽനാഹും ഹത്താ ലം തകുൻ ഫിത്ന വകാന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഫിത്ന അടങ്ങുന്നത് വരെ മുശ്രിക്കുകളോട് നമ്മൾ പട വെട്ടിയിട്ടുണ്ടല്ലോ, ഫിത്ന അടങ്ങുന്നത് വരെ ഈ മുശ്രിക്കുകളോട് നമ്മൾ സമരസജ്ജരായിട്ടുണ്ടല്ലോ എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്നും അദ്ദേഹം തിരിഞ്ഞോടി നോക്കണം. നിങ്ങൾ എന്താ കാരണം? ഒരു മുസ്ലിമായ മനുഷ്യന്റെ നേരെ വാളോങ്ങിയപ്പോൾ അദ്ദേഹം കെലിമ ചൊല്ലി, അതല്ലെങ്കിൽ ആ മുസ്ലിം പക്ഷത്തു നിന്നുകൊണ്ടാണ് പറയുന്ന ആളെ, ഏത് ജാതിയാവട്ടെ മതമാകട്ടെ, രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും കെലിമ ഉച്ചരിച്ചപ്പോൾ ഉസാമ അദ്ദേഹത്തെ കൊന്നപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത നിർദ്ദേശം ഉസാമ റളിയല്ലാഹു തആലയുടെ കൽബിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ജാജ്വല്യമാനമായ സംഭാവന കൽപ്പിച്ച മഹാപണ്ഡിതന്മാർ, മഖദൂമിങ്ങളുടെ ശിഷ്യന്മാർ, കേരളത്തിലെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത പൈതൃകമുള്ള മഹാപണ്ഡിതന്മാർ, അവർ പ്രാന്തവൽക്കരിക്കപ്പെട്ടു. അവർ ഖുറാഫികളാണ്, അഥവാ അവർ മക്ബറകളിൽ പൂജ നടത്തുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾ എന്ന പേരിട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ഒരു ഭാഗത്തെ മാറ്റി നിർത്തിയില്ലേ പലരും ഇവിടെ? എന്താ ഈ ചെയ്ത പ്രവർത്തനത്തിന്റെ പൈതൃകം നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ? മഹാന്മാരുടെ ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി മക്ബറകളിൽ സിയാറത്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത്ര ആളുകൾ ഇവിടെ കൂടുന്നു? നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സാന്നിധ്യത്തിൽ വെച്ചുള്ള ഒരു ദുആ ആണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളായ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരാളുടെ ആമീൻ പടച്ചറപ്പ് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ആര് പ്രാർത്ഥിച്ചാലും ആമീൻ പറയുന്ന ആളുകൾക്കൊക്കെ പ്രാധാന്യമുണ്ടല്ലോ. എത്രയോ നിഷ്കളങ്കനായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഈ മജ്ലിസിലുണ്ടാവും. ഈ മജ്ലിസിന്റെ ഒരു പ്രത്യേകത അള്ളാഹു അവരുടെയൊക്കെ ദുആ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ആരെക്കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാന്ന് അറിയില്ലല്ലോ, ആരെക്കൊണ്ട് നമ്മൾക്ക് രക്ഷ കിട്ടുമെന്നറിയില്ല. ആരെയും അവഗണിക്കണ്ട. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു സാധു മനുഷ്യന്റെ ഒറ്റ ആമീ മതിയോ നമ്മൾ രക്ഷപ്പെടാൻ? അതുകൊണ്ടാണ് ഈ സദസ്സിൽ ഇത്രയും ആളുകൾ നിർഭരമായി നിൽക്കുന്നത്. ഞാൻ വല്ലാതെ ഒന്ന് നീട്ടിപ്പരത്തി പറയുന്ന ഒരു പരിധി വെച്ച് അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്ത് പിരി, നിങ്ങളൊക്കെ ആമീൻ എനിക്കും കിട്ടണം. അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ആ വിഷയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയി. നമ്മുടെ പൈതൃകം എന്താണ്? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ലോകം തിരിയുന്ന മഹാനല്ലേ? അദ്ദേഹത്തിന്റെ നാക്കിന്റെ തുമ്പിൽ പടച്ചറപ്പ് ഹക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്
ലോകത്തെ സത്യം മാത്രം വിളിച്ചു പറഞ്ഞ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഉമറിന്റെ നാവിൽ സത്യമുണ്ട്. ആ ഉമർ റളിയല്ലാഹു തആല മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി ചെയ്ത പ്രവർത്തനം എന്താണ്? കുത്തേറ്റ് വീണുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുമ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനം, ബോധം തെളിയുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുന്നു. പിന്നീട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താ? അബ്ദുള്ള എന്ന് പറയുന്ന തന്റെ മകനെ വിളിച്ചുകൊണ്ട് നേരെ പറഞ്ഞേക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സവിധത്തിലേക്ക്. മോനെ ആയിഷ ബീവിയോട് നീ പറയണം, ഉമർ ഇന്ന് ഞാൻ ഖലീഫയല്ല, ഖലീഫയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ അവകാശവാദം ഉന്നയിക്കരുത്. മഹദി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗളാ ഷരീഫിൽ മഹദിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സ്ഥലമുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബി തങ്ങളുടെയും അടുത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ സാമീപ്യം, ആ സ്ഥലം ഉമറിന് വിട്ടു തരുമോ? അതിന്റെ അന്ത്യാഭിലാഷമാണെന്ന് പോയി പറമോനെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്ന വിജിഗീഷുവായ ഭരണാധികാരി ഒരാറടി മണ്ണ് റൗദാ ഷരീഫിന്റെ ഉള്ളിൽ ചോദിച്ചു വാങ്ങുന്നത് എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ എവിടെ മറപ്പെട്ട് കിടന്നാൽ എന്താ? അങ്ങനെ ചോദിക്കുന്നവരില്ലേ? പക്ഷേ നിങ്ങളൊന്നോർത്ത് നോക്ക്, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ ലോക മുസ്ലിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മഖാമിൽ മഹാനവറുകൾ കിടക്കാൻ ആഗ്രഹിച്ചു. റസൂലുള്ളാഹിയുടെ മരണാനന്തരവുമുള്ള സാമീപ്യം വേണമെന്ന് ആഗ്രഹിച്ചത് ബർക്കത്ത് എടുക്കാനല്ലേ? മരണാനന്തരമുള്ള ബർക്കത്ത്. കുത്തുകിട്ടി വീണ് കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ പോലും എനിക്ക് ഇന്ന സ്ഥലത്ത് ഖബർ വേണമെന്ന് പറയുന്നു. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ സന്നിധാനത്തിലാകണമെന്ന് പറയുന്നു. അത് അഷ്റഫുൽ ഖൽക്കിനോടും സിദ്ദീഖ് തങ്ങളോടും ഒക്കെയുള്ള ആ വൈകാരിക ബന്ധമാണ്. മരണാനന്തരം അതെനിക്ക് കാത്തു സൂക്ഷിക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതിൽ അർത്ഥമില്ലേ? മരണാനന്തരം പോലും മഹാന്മാരുടെ സാമീപ്യം ആഗ്രഹിച്ചു കൊണ്ടല്ലേ ആ പറഞ്ഞത്? അത് പൈതൃകമാണോ അല്ലയോ നമ്മളാ തീരുമാനിക്കേണ്ടത്. മഹാന്മാരുടെ മക്ബറകൾക്കും മക്കാമുകൾക്കും പ്രാധാന്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ എന്തിന് ആ മക്ബറയിൽ തന്നെ മറവ് ചെയ്യണമെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു. അത് നമ്മളാണ് സ്വയം മനസ്സിൽ കണ്ടെത്തേണ്ട ചോദ്യം. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു മഹദി, ആ മഹദിയുടെ കൈവശം ഒരു തോൽപാത്രം. ആ തോൽപാത്രത്തിന്റെ വായ്ഭാഗം വെട്ടിയെടുത്തുകൊണ്ട് മഹദി കാലങ്ങളോളം സൂക്ഷിക്കുന്നു. എന്തിന്? ഒറ്റ ഗുണം മാത്രമേ അതിനുള്ളൂ, ഒറ്റ ഗുണം. അതെന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടുകൾ പതിഞ്ഞ സ്ഥലം അവിടെയുണ്ട്. നബി തങ്ങൾ വെള്ളം കുടിച്ച ഒരു തോൽപാത്രം. എന്താണ് അതിന്റെ പ്രത്യേകത? അത് വെട്ടിയെടുത്തുകൊണ്ട് സൂക്ഷിക്കുന്നു, ആ ഭാഗം പ്രത്യേകം സൂക്ഷിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതിന് വെള്ളം കുടിച്ചു എന്ന് ഒരാൾക്കും സംശയമില്ലല്ലോ ഈ വിഷയത്തിൽ. ഒരാൾക്കും ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ചെയ്തു എന്ന വിഷയത്തിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചെയ്തത് തെറ്റാണോ? എന്താ ഒരു പാത്രം, ഒരാൾ വെള്ളം കുടിച്ച പാത്രത്തിന് ഇത്ര വലിയ പ്രത്യേകത? സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതൊന്നുമല്ലല്ലോ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ചുണ്ടു പതിഞ്ഞ സ്ഥലം അത് ഉമ്മു സുലൈമിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എത്രയോ അനുഭവങ്ങൾ, സംഭവങ്ങൾ താരീഖിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ലേ? നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മോതിരം, നബി തങ്ങൾ ആ മോതിരം കയ്യിലണിയുന്നു. അഷ്റഫുൽ ഖൽഖ് തങ്ങളിൽ നിന്നും ആ മോതിരം പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നു. അദ്ദേഹം അത് സൂക്ഷിക്കുന്നു, കയ്യിലണിയുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ലഭ്യമാകുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത് കയ്യിലണിയുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ നിന്നും പിന്നീട് അത് കിട്ടുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നു. അദ്ദേഹം അത് കയ്യിലണിയുന്നു. എന്താ ഇതൊരു പുരാവസ്തുവ? ആണെങ്കിൽ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പ്രദർശിപ്പിച്ചാൽ പോരെ? അത്രയല്ലേ ആവശ്യമുള്ളൂ. നബി തങ്ങളെ കയ്യിലിട്ട മോതിരം ഇടാൻ ഈ ഖലീഫമാരൊക്കെ ആഗ്രഹിച്ചു. അവസാനം ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും വീണുപോയി ഖുബാ പള്ളിക്കടുത്തുള്ള ഒരു കിണറ്റിൽ. മദീനത്ത് സിയാറത്തിന് പോകുന്ന ആളുകൾ മസ്ജിദുൽ ഖുബായിൽ സിയാറത്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താഴത്ത് കാണാം ചെറിയൊരു മിനാരം പോലെ മൂടിയിട്ട ഒരു കിണർ. ബീർ അരീസ് എന്ന് ചരിത്രത്തിൽ പറയും. ആ പള്ളിയുടെ സമീപം ചെന്നുകൊണ്ട് ആ ചരിത്രം സ്മരിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് ബീർ ഹാത്തം എന്ന് ചരിത്രത്തിൽ പറയുന്ന പള്ളി. മോതിരം വീണ കിണർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിലണിഞ്ഞിരുന്ന മോതിരം അതിൽ വീണുപോയി. എത്ര തവണ വറ്റിച്ച് പരിശോധിച്ചിട്ടും അത് കിട്ടിയില്ല, ചരിത്രം പറയുന്നു. ആ മോതിരത്തിന് വേണ്ടി എത്ര തവണ അധ്വാനിച്ചു നോക്കി ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ വിധിയാണ് അത് പോയി. എന്തിനാണ് ആ മോതിരം അവർ കയ്യിലിട്ട് സൂക്ഷിച്ചത്? അതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ? പൂർവിക മഹത്തുക്കളെ ആദരിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ? ചിന്തിക്കണം, പറയണം, ആലോചിക്കണം. ഞാൻ ആരെയും എതിർക്കാനല്ല പറയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. നമ്മൾ തന്നെ അതേ ബർക്കത്തുകൾ ഉണ്ടോ സമൂഹത്തിൽ? ഇത്തരം പ്രവർത്തനത്തിൽ ബർക്കത്തുണ്ടോ? ചികിത്സ വരെ നടത്തിയിരുന്നില്ലേ പൂർവികർ അത്തരം വസ്തുക്കൾ കൊണ്ട്? ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി തങ്ങളുടെ മരണാനന്തരം അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു തആല, അസ്മാ ബിൻത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രി അസ്മാ ബീവി, ആയിഷ ബീവിയുടെ സഹോദരി, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പത്നിയുടെ സഹോദരി, ഒരു ജുബ്ബ, ആ ജുബ്ബ തന്റെ വീട്ടിൽ വളരെ കൗതുകത്തോടു കൂടി ആദരവോടു കൂടി സൂക്ഷിക്കുന്നു. ഷറഫാക്കപ്പെട്ട ഒരു ജുബ്ബ താരീഖിൽ കാണാം. ഇസ്ലാമിക ചരിത്രകാരന്മാർ മുഴുവൻ ഒരു അഭിപ്രായാന്തരവുമില്ലാതെ രേഖപ്പെടുത്തിയ ചരിത്രം. ഒരു ജുബ്ബ മഹദി സൂക്ഷിക്കുന്നു. ആ ജുബ്ബ മഹദി സൂക്ഷിച്ചുകൊണ്ട് ചില പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് പുറത്തിറക്കുന്നു. എന്നിട്ട് മഹദി തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ജുബ്ബയാണ്, കുപ്പായമാണ്, മേൽക്കുപ്പായമാണ് വെച്ചു. വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, ലോകത്തിന്റെ വിമോചകനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ധരിക്കാറുണ്ടായിരുന്നു. തിരുദൂതർ ഇത് ധരിക്കാറുണ്ടായിരുന്നു. തിരുദൂതർ ധരിച്ചിരുന്ന ഈ സാധനം ഞാൻ എൻ്റെ കൈവശപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, ഫനഹ്നു നഉസിലുഹാ ലിൽ മർളാ നസ്തശ്ഫി ബിഹാ. ആ വാചകം നോക്കണം. ഫനഹ്നു നഉസിലുഹാ, ഞങ്ങൾ അതിനൊന്ന് മുക്കും, വെള്ളമെടുത്ത് വെച്ചിട്ട് ഈ ജുബ്ബയൊന്ന് വെള്ളത്തിൽ മുക്കും. അങ്ങനെ തന്നെ ആർക്കാ സംശയം? ഇമാം മുസ്ലിം തങ്ങളെ സംശയമുണ്ടോ? താരീഖിന്റെ കിതാബിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ശങ്കയുണ്ടോ? ഫനഉസിലുഹാ, ഞങ്ങളത് മുക്കും. ലിൽ മർളാ, രോഗികൾക്ക് വേണ്ടി മുക്കും. കുപ്പായം കഴുകാൻ വേണ്ടി മുക്കുന്നതല്ല, രോഗികൾക്ക് വേണ്ടി മുക്കും. നസ്തശ്ഫി ബിഹാ, അതുകൊണ്ട് ഞങ്ങൾ ഷിഫാഇന് തേടും, അഥവാ രോഗ ചികിത്സ നടത്തുമെന്ന് അസ്മാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞതായി ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ സംശയം? ഈ ജുബ്ബയുടെ ഏക പ്രത്യേകത എന്താ? അതിന്റെ ശീലയുടെ പ്രത്യേകതയാണോ? അല്ല. ആ ജുബ്ബ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചു എന്നുള്ള ഏക പ്രത്യേകത മാത്രമേ അതിനുള്ളൂ. നബി തങ്ങൾ ആ ജുബ്ബ ധരിച്ചു എന്നൊരൊറ്റ പ്രത്യേകത. ആ ജുബ്ബ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ചികിത്സക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയെന്ന് ചരിത്രത്തിൽ എമ്പാടും പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത്തരം മഹത്തുക്കൾ, ഇനിയിപ്പോ ഒരു സാധനം ഒന്നും വേണ്ട. അതിപ്പോ ഒരു ജുബ്ബ എന്ന് പറയുന്നൊരു സാധനമെങ്കിലും ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഒരു മഹാനെ വെറുതെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ കേൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? നമ്മൾ ദ്വാരനാ കേൾക്കില്ല എന്നതിനർത്ഥമില്ല. നമ്മൾ ദുആ ചെയ്താൽ കേൾക്കില്ല എന്നതിനർത്ഥമില്ല. അമ്പുറത്തേക്ക് വരാൻ പല വഴികളുണ്ട്. തിരുവങ്ങാടി വഴി ഇങ്ങനെ വന്നാലും എത്തും, NH വഴി ഇങ്ങനെ വന്നാലും എത്തും, ഇപ്പുറത്ത് കൂടെ ദാറുഹുദ വഴി എങ്ങനെ വന്നാലും എത്തും. ഏത് വഴിയെത്തും? പക്ഷെ ചില വഴി ചിലപ്പോൾ ബ്ലോക്കായിട്ടുണ്ടാവും, എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ വരും. എന്നാൽ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ആ വഴി സ്വീകരിച്ചാൽ വേഗത്തിലെത്തും. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണാനന്തരം പോലും നബി തങ്ങളുടെ ഖബറിൽ വന്നിട്ട് ഇതുപോലെ മഖബറിൽ വന്ന് ദുആ ചെയ്യും പോലെ ദുആ ചെയ്തിട്ട് പ്രതിഫലം കിട്ടിയ ചലനമുണ്ടായ എത്ര അനുഭവങ്ങൾ താരീഖിന്റെ കിതാബിൽ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നു. പിന്നെ എന്തിനായി ഈ ഖബറിൽ വന്ന് നമ്മളൊരു പ്രാർത്ഥന ആ മഹാനെ മുൻനിർത്തി നടത്തുന്നതിന് മഖബറിൽ പോകുന്നവരെ ഈ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്? അതൊരു ശരിയുണ്ടോ? മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാ ഇവിടെ വരുന്നത് എന്നൊരു ചോദ്യം മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ചോദ്യകർത്താവിനേക്കാളും പറയുന്ന എന്നെക്കാളും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാളും ഒക്കെ ഉയർന്ന തലത്തിലുണ്ടായിരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഒരു സമൂഹത്തിന് വേണ്ടി ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മാത്രം ജീവിച്ച ഒരു മഹദി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു കുടുംബ ജീവിതത്തെക്കാൾ ഒരു അധ്യാപകന്റെയും ശിഷ്യയുടെയും ബന്ധമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ഒരു അധ്യാപകനും അധ്യാപകന്റെ ശിഷ്യയും എല്ലാം പഠിച്ചുകൊണ്ട് നബി തങ്ങളെ സമൂഹത്തിന് പകർത്തി കൊടുത്ത പെണ്ണ് ആ മഹദി, ഈ ഉമ്മത്തിന്റെ അധ്യാപിക. മഹദി പറയുന്നു, ഒരിക്കൽ മദീനയിൽ വമ്പിച്ച വരൾച്ച ബാധിച്ചു. മദീനത്തെ ജനങ്ങൾ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടിന്റെ അങ്ങേ അറ്റത്തെത്തി. വരൾച്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ വരൾച്ച ഉണ്ടായപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയത് നിങ്ങൾക്കറിയാലോ. ആ വരൾച്ചയുടെ മധ്യത്തിൽ ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വലിയ പ്രയാസമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? മഹദിയോട് ആലോചിച്ചു. കാരണം മഹദിക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആളുകൾ മഹദിക്ക് വലിയ പദവി കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവരൊക്കെ വന്നുകൊണ്ട് അന്വേഷിച്ചു, എന്ത് ചെയ്യണം? നമ്മൾ വമ്പിച്ച വരൾച്ചയാണല്ലോ വന്നുപെട്ടിരിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തൊരു വാചകം ഹദീസിന്റെ കിതാബിലുണ്ട്, വളരെ വ്യക്തം. ഹാഫിദുദ് ദാരിമി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, വളരെ വ്യക്തമായി പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഉൻദുറൂ ഖബറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാകുന്ന റൗദയുടെ നേരെ ഒന്ന് നോക്ക്.
റൗദാ ഷരീഫിന്റെ അടുത്ത് ചെന്നുകൊണ്ട് കബറിലേക്ക് നോക്ക്, ഫജഅലു മിൻഹു കവ്വൻ ഇല സമാ. എന്നിട്ട് റൗദയുടെ മുകളിൽ നിങ്ങൾ നേരെ ആകാശത്തിലേക്ക് ഒരു ദ്വാരമുണ്ടാക്ക്. റൗദാ ഷരീഫിന്റെ മുകളിൽ ആകാശത്തേക്ക് ഒരു ദ്വാരമുണ്ടാക്ക്. ഹത്താ ലാ യകൂന ബൈനഹു വ ബൈനസ് സമാഇ സഖഫുൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗദയും അതുപോലെ ആകാശവും തമ്മിൽ യാതൊരു തരത്തിലും മേൽക്കൂരയില്ലാത്ത വിധം അതിന്റെ മേൽക്കൂര തുറന്നുകൊണ്ട് നിങ്ങൾ ദ്വാരമുണ്ടാക്കിക്കൊണ്ട് ആ കബറുകൾ ചെന്നുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് സങ്കടം പറ. എന്താണ് പറഞ്ഞ വാചകം? എന്തിനാ ഇപ്പൊ അള്ളഹാനോട് സംസാരിക്കാൻ റസൂലുള്ളാഹിന്റെ കബറുകൾ ചെന്ന് നോക്കേണ്ട ആവശ്യം എന്താ? ഉൻദുറു ഇലാ ഖബറിൻ നബി, ആയിഷ ബീവി പറയേണ്ട കാര്യം എന്താ? ശിർക്കാവൂലേ? അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഏർപ്പാടാവും. നിങ്ങൾ കബറുകൾ ചെന്ന് നോക്കിക്കോന്ന്, നിങ്ങൾ അള്ളഹാനോട് ദ്വാരനോളി മക്കളെ എന്ന് പറഞ്ഞാൽ പോരെ? ആരാ ഇത് പറയുന്നത്? അഷ്റഫുൽ ഖൽക്കിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് ദീൻ എന്താന്ന് ശരിക്ക് പഠിച്ച് പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ച ഈ ഉമ്മത്തിന്റെ അധ്യാപിക, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്രമുഖയായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മളെ കാക്കുമാറാവട്ടെ. ആരാണത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി റസൂലുള്ളാഹിനെ എത്ര വായിച്ചെടുത്തൊരു മഹദി വേറണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കബറിങ്ങ ചെന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ ദ്വാരന്നോ മേലോട്ട് നോക്കിയിട്ട് എന്നാ പറയണത്. എന്തിനാ അവിടെ തന്നെ ചെന്ന് ദ്വാരക്കാൻ പറഞ്ഞത്? ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ മമ്പുറത്തേക്ക് വരാൻ പേടിക്കണത്? നമ്മളെ ചെറുപ്പക്കാരെ കുട്ടികൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ നേരിട്ട് പടച്ചറപ്പിനോട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? ഇനി അതൊക്കെ പോകട്ടെ, ഇതുപോലെ എത്ര അനുഭവങ്ങളുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ദലായിലുൻ നുബുവയിലൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ദലായിലുൻ നുബുവ എന്ന് പറയുന്ന ഇമാം ബൈഹഖി തങ്ങളുടെ ഉദ്ധരണികൾ ഒരുപാടുണ്ട്. പോകട്ടെ, അതിൽപ്പെട്ട ചില സംഭവങ്ങൾ നോക്ക് നിങ്ങൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ മദീനയിൽ വമ്പിച്ച വരൾച്ച വന്നു. വമ്പിച്ച പ്രയാസം. ഈ പ്രകൃതി ദുരന്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ഷരീഫിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ റൗദാ ഷരീഫിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ്? ഫഖാല, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മരിച്ചു കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഈ മനുഷ്യൻ വിളിക്കുന്നത്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. അള്ളാഹുവിന്റെ തിരുദൂതരെ വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ സങ്കടം പറയുന്നു. ഇസ്തസ്ഖിലി ഉമ്മത്തിക, ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴ വർഷിപ്പിച്ചു തരണം നബിയെ. ഫഇന്നഹും ഖദ് ഹലകൂ, ആ ജനങ്ങളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. മഴയില്ലാത്തത് കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. തിരുദൂതരെ അങ്ങ് മഴ വർഷിക്കാൻ വേണ്ടി പടച്ചറബിനോട് പറയണമെന്ന അർത്ഥത്തിൽ അങ്ങ് മഴ വർഷിപ്പിച്ചു തരണേ. ഇസ്തസ്ഖിലി ഉമ്മത്തിക, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് അങ്ങനെ ഒരു ആവശ്യം നേരിട്ട് അങ്ങ് ഉന്നയിക്കുകയാണ്. ഫഅതറജുല ഫിൽ മനാം, ആ മനുഷ്യന് അന്ന് ഉറക്കത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ വന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇഅ്തി ഉമറ, നീ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ഉമറിനോട് സങ്കടം പറയും. ഉമർ ദുആ ചെയ്താൽ മഴ പെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സാധു മനുഷ്യൻ വന്നിട്ട് സ്വപ്നത്തിൽ കണ്ട ഇവരും അതിന്റെ മുമ്പ് നേരത്തെ റൗദയിൽ പോയി സിയാറത്ത് ചെയ്ത് സങ്കടം പറഞ്ഞ ഇവരും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെയധികം നിഷ്കളങ്കനായി കൊണ്ട് പറഞ്ഞു, നാഥ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ അവർ നിന്റെ പ്രവാചകനെ സമീപിച്ചത്, അതുകൊണ്ട് പടച്ചറബ്ബെ നീ മഴ തരണേ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദുആ ചെയ്യുന്നു. പടച്ചറബ്ബ് മഴ കൊടുക്കുന്നു. എന്താ ഈ സംഭവം? ഉമർ റളിയല്ലാഹു തആല അൻഹു വിനയത്തോടെ പറഞ്ഞു, പടച്ചോനെ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ നബിന്റെ അടുത്ത് ആളുകൾ വന്നത്. ഇവിടെ ഈ മനുഷ്യൻ വന്നുകൊണ്ട് ഈ ചെയ്ത പ്രവർത്തനത്തെ എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ എതിർത്തില്ല? നിനക്കങ്ങനെ മഴ വേണമെങ്കിൽ പടച്ചറബ്ബിനോട് ദുആ ചെയ്താൽ പോരെ, നീ എന്തിനാ ആ മക്ബറയിൽ പോയിട്ട് പറഞ്ഞത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അസ്തമിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നീ ചെന്ന് സങ്കടം പറഞ്ഞിട്ട് എന്താ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ആ മനുഷ്യനെ നിരാശപ്പെടുത്തിയില്ല? അതിന്റെ അർത്ഥം പൈതൃകം എന്താ? മഹാന്മാരുടെ അടുത്ത് നിൽക്കലാണ്. ഞാൻ പറയുന്നത് പൈതാണ് പൈതൃകം. 14 നൂറ്റാണ്ട് മുമ്പ് ഈ സമൂഹം പഠിച്ച പൈതൃകം 15-ാം നൂറ്റാണ്ടിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന ഹദീസ് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? എന്റെ നൂറ്റാണ്ടിലുള്ളവർ ഉത്തമർ, ബാക്കിയുള്ളവരുടെ ശേഷം വരുന്ന നൂറ്റാണ്ടിലുള്ളവർ, അതിന്റെ പിറകെ വരുന്നവർ, അങ്ങനെയാണ്. ഏറ്റവും നല്ലത് എന്റെ നൂറ്റാണ്ടിലുള്ളവരാണെന്ന് ഈ ലോകത്തിന്റെ വിമോചകൻ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചു. പറയണ്ടേ നമ്മൾ? ചരിത്രത്തിൽ പഠിക്കണ്ടേ നമ്മൾ? ഏത് ചെറിയ വിഷയമാണെങ്കിലും ശരി, ഈ മഹത്തുക്കളുടെ മുമ്പിൽ വന്ന് നമ്മൾ സങ്കടം പറയുമ്പോൾ അതിനൊരു ഫലമുണ്ട്. അത് അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം എന്താ? അള്ളാഹുവിലേക്ക് അത്രമാത്രം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളുകളായി മാറിയിട്ടില്ല നമ്മൾ.
നമ്മൾ പടച്ചറപ്പിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ പടച്ചറപ്പ് ഉത്തരം തരും. പക്ഷെ നമ്മളെക്കാൾ ഏറെ നമുക്ക് ഉത്തരം കിട്ടും ഈ മഹാന്മാരെ സാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ. കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പടച്ചറപ്പ് തന്നെയാണ്, തർക്കം വേണ്ട. പക്ഷെ ഇവരെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് ചോദിക്കുന്നു. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഇബ്നു തൈമിയ പോലും തന്റെ കലിമത്തു ത്വയ്യിബയിൽ ഉദ്ധരിച്ചൊരു സംഭവം കാണാൻ കഴിയും. ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു വേള പുരോഗമനവാദികൾക്ക് താല്പര്യമുള്ള ഇബ്നു തൈമിയ ഉദ്ധരിച്ച വാചകം നോക്ക് നിങ്ങൾ. ഹദ്റത്ത് റിജുലു റജുലിൻ ഇൻദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായും ഒരു മനുഷ്യനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സംഭവം ശരിക്കും മനസ്സിലാക്കണം ചെറുപ്പക്കാർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഒരു മനുഷ്യനും ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ആ മനുഷ്യന്റെ കാലിങ്ങോട്ട് തരിച്ചിട്ട് നമ്മൾ കോച്ച വലിക്കാന്നൊക്കെ പറയണം. ആ മനുഷ്യന്റെ കാൽ വളരെയധികം തരിച്ചിട്ട് ഇങ്ങോട്ട് കോച്ച് വലിച്ചു അനക്കാൻ വയ്യ. ആ മനുഷ്യന്റെ കാൽ അനക്കാൻ കഴിയാതെ അയാൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു നിന്നു. നമ്മൾ ചില സ്ഥലത്ത് ചില മജ്‌ലിസിൽ നിന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യാതെ കാല് ധരിച്ചിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറാവും. അങ്ങനത്തെ ഒരു സംഭവം ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നു. വേറെ ചരിത്ര ഗ്രന്ഥങ്ങളിലുമുണ്ട്. അങ്ങനെ ആ മനുഷ്യന്റെ കാല് ധരിച്ച സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ആ മനുഷ്യന് ഉപദേശം കൊടുത്തു. നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യൂ. ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേര് പറയാം. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നീ സ്മരിക്ക്. ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ തങ്ങളുടെ പേരങ്ങ് പറഞ്ഞു അയാൾ. ഫദഹബ ഖദറുഹു. അയാളുടെ ആ തരിപ്പും കോച്ചിലും അപ്പ തന്നെ പോയി. ആരാ ഉദ്ധരിക്കുന്നത്? ഇബ്നു തൈമിയ. ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന സംഭവം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ തിരുദൂതരുടെ പേര് പറഞ്ഞപ്പോൾ എങ്ങനെ ഇയാളുടെ ഈ കാലിന്റെ ഈ പ്രവർത്തനം മെച്ചപ്പെട്ടു? അല്ലെങ്കിൽ അയാൾക്ക് വന്ന് ഭവിച്ച ആ ബുദ്ധിമുട്ടി എങ്ങനെ നീങ്ങി? എന്താണ് അതിന്റെ കാരണം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് ചോദിച്ചു. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴിവ്, അതല്ലെങ്കിൽ മഹത്തുക്കളുടെ മഹത്വം. മുന്നിൽ പരിശുദ്ധ പ്രവാചകരെ നിർത്തിയപ്പോൾ രക്ഷ ഉണ്ടായി. അതിനകത്ത് തർക്കം. അപ്പൊ നമ്മൾ നമ്മുടെ സഹായിയായി പടച്ചറപ്പ് തന്നെ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടിമക്ക് പടച്ചറപ്പ് മാത്രം പോരെ? അലൈസല്ലാഹു കാഫിർ എന്നല്ല ചോദിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പൈതൃക സ്വത്തായി നമുക്ക് കിട്ടിയത് എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന ലളിതമായൊരു സംശയം നമുക്ക് പ്രകടിപ്പിച്ചുകൂടെ? അതിനുള്ള അവകാശമില്ലേ? നമ്മുടെ പൈതൃക സ്വത്തായി നമുക്ക് കിട്ടിയ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നോക്ക് നിങ്ങൾ. ഉത്ബത്ത് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരിൽ നിന്നുമാണ് ഉദ്ധരണി. ഏതെങ്കിലും ഒരാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ, ഒരു ഒഴിഞ്ഞ പറമ്പിലൂടെ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ. ഇദാ അദല്ലഹദുകും ശൈഅൻ ഔ അറാദ ഔനൻ. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു, അയാൾക്ക് എന്തെങ്കിലും പഴവ് പറ്റി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. ഔ അറാദ ഔന, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു സഹായം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അയാൾക്ക് എന്തോ ഒരു സഹായം വേണ്ട ആവശ്യം വന്നു. ആ മനുഷ്യൻ വഹുവ ബി അർദിൻ ലൈസ ബിഹാ അനീസ്. അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്ന വഹുവ ബി അർദിൻ, അയാൾ ഒരു പ്രത്യേക ഭൂമിയിലാണ്, വിജനമായൊരു പ്രദേശത്താണ്. ലൈസ ബിഹാ അനീസുൻ, അവന് യാതൊരു സഹായിയും, അവന് നേരം പോക്കിന് അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യം നിർവഹിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളുമില്ല. ഏകാന്തനായ ഒരു മരുപ്രദേശത്തൂടെ സഞ്ചരിക്കുന്നവൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി. എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഫല്യകുൽ യാ ഇബാദുല്ലാഹി അഈനൂനി. ഫല്യകുൽ, അവൻ പറയട്ടെ, യാ ഇബാദുല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്നവൻ പറയട്ടെ. അപ്പൊ ചിലപ്പോൾ തോന്നും, ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് ഹദീദ് പറയുന്നു, ഫ ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ലാ തറാഹും, നിങ്ങൾ അവരെ കാണുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില അടിമകളുണ്ട്, അവരെ നിങ്ങൾ കാണൂല. വഖദ് ജുർരിബ ദാലിക, എത്രയോ ആളുകൾക്ക് അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ട സംഗതികളൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങളൊരു വചനമായ പ്രദേശത്ത് നിങ്ങൾ നിന്ന് പെട്ട് ബുദ്ധിമുട്ടിയാൽ നിങ്ങൾ വിളിച്ചു പറയുക, ജനങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് പറയുക. അപ്പൊ ചിലർക്ക് തോന്നും, അതിപ്പോ എവിടെ കുടുങ്ങിയാലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും വരൂലേ? വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരും? അവിടെ തന്നെ പറഞ്ഞില്ലേ, ലൈസ ബിഹാ അനീസുൻ, ഒരാളോടെ ഇല്ല. ഒരു തരത്തിലും ഒരു സഹായം അവന് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ആള് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ആളുണ്ടെങ്കിൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ ആള് വരുമെന്ന് ഉറപ്പ്. ഭൗതികമായി നമ്മുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന ഒരു സഹായം അവിടെ ഇല്ല. ഒരു സഹായം ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നു, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി,
അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാണാത്ത ചില ആളുകൾ നമ്മളെ സഹായിക്കാൻ അവിടെ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ചില സഹായികൾ പടച്ചറബ് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇന്നലില്ലാഹി മലായികത്തൻ ഫിൽ അർദി, അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഭൂമുഖത്തുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഈ ഭൂമുഖത്തുണ്ട്. സിവൽ ഹഫദത്തി, ഹഫദത്തിന്റെ മലക്കുകൾ അല്ലാത്ത മലക്കുകൾ തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടി പടച്ചറബ് പ്രത്യേകം ഹഫദത്തിന്റെ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾക്ക് പുറമേ തന്നെ സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാവൽ ഭടന്മാരായ മലക്കുകളെ വിന്യസിച്ചിട്ടുണ്ട്. ആ ഭടന്മാരെ പടച്ചറബ് വിന്യസിച്ചിരിക്കുന്നു. എത്രത്തോളം? യക്തുബൂനമാ യസ്കുതു മിൻ വറഖി ശജർ, ഒരു മരത്തിന്റെ ഇല പൊഴിയുന്നത് പോലും രേഖപ്പെടുത്തി വെക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സസൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടവരെ. ഒരു മരത്തിൽ നിന്ന് ഇല കൊഴിയുന്നത് പോലും അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ കോട്ടം വരുന്നത് പോലും അവർ ശ്രദ്ധിക്കും. അത്രയും ശ്രദ്ധാലുക്കളായ മലക്കുകളെ പടച്ചറബ് നിയോഗിച്ചിരിക്കുന്നു. ഫൈദാ അസാബ അഹദുക്കും അർജതൻ, വൈദാ അസാബ അഹദുക്കും അർജതൻ, ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് ഭവിച്ചാൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ഭവിച്ചാൽ, ബി അർദിൻ ഫലാത്ത്, ഒരു വിജനമായ ഭൂമിയിൽ, ഒരു ശൂന്യമായ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഫൽയുനാദി അഅ്നുനി യാ ഇബാദല്ലാഹ്, ഫൽയുനാദി, അവൻ വിളിക്കട്ടെ, യാ ഇബാദി, എൻ്റെ അള്ളാഹുവിന്റെ അടിമകളെ, അഈനൂനി യാ ഇബാദല്ലാഹ്, അഈനൂനി യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ഈ മാലാകമാരുടെ സഹായം അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ സഹായം ഈ മനുഷ്യന് ലഭ്യമാകുന്നു? അപ്പൊ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത അഭൗതികമായ സഹായം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഭൂമുഖത്ത് പടച്ചറബ് സഹായികളെ നിർത്തിയിട്ടുണ്ടല്ലോ. ഏത് സാധാരണക്കാരനും ഇത് കിട്ടുമെങ്കിൽ മഹത്തുക്കൾ അതിനേക്കാൾ കൂടുതൽ അത് അനുഭവിക്കുന്നവരല്ലേ? അവരുടെ മദത് കൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സഹായം നമുക്ക് ലഭ്യമാവുകയില്ലേ? അതുകൊണ്ടല്ലേ മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വെള്ളം കിട്ടാത്ത കാലത്ത് പോലും പലപ്പോഴും തവസ്സുലിന്റെ കഥ വന്നത്. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ സ്വന്തമായി പ്രാർത്ഥിക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? കഴിഞ്ഞ തവണ മഴക്ക് പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ആരാ ഇവിടെ? ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മരിക്കുകയാണെന്ന് തോന്നത്തക്ക വിധം കാര്യമെത്തിയിട്ടുണ്ട്. എന്നതുപോലെ മഴയില്ലാത്ത കാലത്ത് മദീനത്ത് വരൾച്ച ബാധിച്ചപ്പോൾ പലരും ദ്വാരത്തിലുണ്ടാവുമല്ലോ. എന്തിനധികം വിജിഗീഷുവായ ഭരണാധികാരി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പോലും ഇടതേടിയില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് എന്താ പടച്ചറബിനോട് നേരിട്ട് ചോദിക്കാൻ അറിയില്ലേ? അതേ ഉമർ റളിയല്ലാഹു തആല താരിഖിന്റെ കിതാബിൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ, അല്ലാഹുവേ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇടതേടിയിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തരികയും ചെയ്തിരുന്നു. ഞങ്ങൾ നിന്റെ പ്രവാചകനെ കൊണ്ട് നിന്നിലേക്ക് മഴ ചോദിച്ചിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ അമ്മനെ കൊണ്ട്, പിതൃവിനെ കൊണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആലയെ കൊണ്ട് ഞങ്ങൾ ഇതാ ഇടതേടുന്നു. അബ്ബാസ് റളിയല്ലാഹു തആലയിലൂടെ ഞങ്ങൾ ഇതാ ചോദിക്കുന്നു, അള്ളാഹുവേ, ഞങ്ങൾക്ക് നബിയുടെ കാലത്ത് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോൾ നീ മഴ തന്നുവല്ലോ, ഞങ്ങളിതാ അമ്മുൻ നബിയിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, മഴ തരണേ എന്ന്. ആരാ പ്രാർത്ഥിക്കുന്നത്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പോയോ മതത്തിൽ നിന്ന് പുറത്ത്? അത് പൈതൃകമല്ലെങ്കിൽ ഉമർ ഫാറൂഖ് തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ വ്യാഖ്യാനം എന്താ? അതാണ് നമ്മുടെ പൈതൃകം. ഈ പൈതൃകം നമ്മുടെ സമൂഹത്തിൽ കാത്തു രക്ഷിക്കണമെന്നല്ലേ നമ്മൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അപ്പോഴേക്ക് നമ്മൾ പുറത്തു പോയോ മതത്തിൽ? അള്ളാഹുവിന്റെ തിരുദൂതർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഇങ്ങനെ നേരിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട്, നേരെ വന്ന് നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്, ഒരു എതിരഭിപ്രായവും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ട ഒരു ചെറിയ ചിത്രം പോലുമില്ലല്ലോ. ഒരു നേരിയ എതിരഭിപ്രായം പോലും രേഖപ്പെടുത്തപ്പെട്ട ചിത്രം ഉണ്ടോ? ബൈഹഖി തന്നെ ഉദ്ധരിക്കുന്ന, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന റഹിമഹുല്ലാഹ് ദലായിലുൻ നബവിയിൽ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവം മനുഷ്യൻ വരുന്നു. അതൈനാ കമാലനാ ബഈറുൻ യഇത്തു വലാ സബിയ്യുൻ യഇത്തു. ആ മനുഷ്യൻ വന്നുകൊണ്ട് ഗ്രാമീണനായ അറബി പറയുന്ന, പരിശുദ്ധ പ്രവാചകരെ, ഞങ്ങളുടെ വീടുകളിലെ പ്രിയപ്പെട്ട ഒട്ടകങ്ങൾ അറളുന്നില്ല, അറളുന്ന ഒട്ടകങ്ങളില്ലാതായിരിക്കുന്നു, മൂടിപ്പുതച്ച് കിടക്കുന്ന കുട്ടികളുമില്ല എന്ന് പറഞ്ഞാൽ സ്വൈരമുള്ള കുട്ടികളില്ല, സമാധാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു നബിയെ. ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, സമാധാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു, എന്ത് ചെയ്യണം? അയാൾ നേരെ വന്നിട്ട് പരാതി നേരെ നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്, പിന്നെ അവരുടെ സ്വഭാവം അനുസരിച്ച്, അറബികളുടെ സ്വഭാവം അനുസരിച്ച് ഒരു കവിതയിലൂടെ ആ കാര്യം അങ്ങ് ബോധ്യപ്പെടുത്തി നബി തങ്ങളെ.
ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത്. അയാൾ നേരെ പറഞ്ഞു അതൈനാക വല്ലദ്റാഉ യദ്മീല ബാനുഹാ വഖദ് ശുഇലതു ഉമ്മു സബിയ്യനി തിഫ്ലി. യുവതികളായ ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ സ്ഥലത്തിൽ നിന്നും പാലിന് പകരം പ്രവാചകരെ രക്തമാണല്ലോ ഒഴുകി വരുന്നത്. അവരുടെ സ്ഥലങ്ങൾ ചുരത്തുന്നത് രക്തമാണ് നബിയെ, മഴയില്ലാത്തത് കൊണ്ട്, വരൾച്ച കൊണ്ട്. വഖദ് ശുഇലതു ഉമ്മു സബിയ്യനി തിഫ്ലി. ഉമ്മമാർക്ക് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും ശ്രദ്ധയില്ല. അത്രമാത്രം വരൾച്ച ബാധിച്ചുകൊണ്ട് സ്വന്തം വെള്ളം തേടി നടക്കുന്നവരായി മാറിയിരിക്കുന്നു അവര്. എന്നിട്ട് പറയുന്നു ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും വന്ന് ഭവിച്ച അവസരം വിശപ്പ് കാരണം എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്ന് വിശ്രമിക്കുവാനോ പോലും കഴിയാതെ ചെറുപ്പക്കാർ കൈകുത്തി വീണൊടിഞ്ഞിരിക്കുന്നു. അവര് വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പോലും നിസ്സഹായരായ നബിയെ, ശക്തിയില്ല മനുഷ്യന്. ഇങ്ങനെ നീണ്ട കവിത ചൊല്ലിക്കൊണ്ട് അവസാനം ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാമോ? പ്രവാചകരെ, നിങ്ങളെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് എവിടെയാ അഭയം? വേറെ ഒരു അഭയ കേന്ദ്രം ഏതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ആരാബി പറയുമ്പോ നബി തങ്ങൾ വിളിച്ചിട്ട് പറയണ്ടേ, പടച്ച റബ്ബല്ലേ അഭയം, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക, എന്നിലാണോ നീ അഭയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ ഇതിന്റെ കാരണം? ആ ആരാബിയുടെ ഉദ്ദേശം പടച്ച റബ്ബിനെ തള്ളിപ്പറയലല്ല. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാൽ അതിന് നിവൃത്തി ഉണ്ടാവുന്നുള്ള വിശ്വാസം അത് തെറ്റല്ല. അത് നബിയെ പടച്ചവനാക്കലോ നബിയെ അഭൗതികമായ കഴിവിന്റെ ഉടമയാക്കി വല്ലാതെ ഭൂലോകത്ത് ഉയർത്തി വെക്കലോ അല്ല. കഴിവുകളൊക്കെ നബി തങ്ങൾക്ക് പടച്ചറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ കൊടുത്തത് ചോദിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത്രമാത്രം ആകില്ല. ഈ പ്രവാചകനോട് ചോദിച്ചാൽ പടച്ചറപ്പിനോട് പ്രവാചകർക്ക് പറഞ്ഞുകൊണ്ട് എന്റെ സങ്കടം തീർക്കാൻ കഴിയും എന്നൊരു സാധു മനുഷ്യന്റെ മനസ്സിന്റെ ഉൾത്തുടിപ്പല്ലേ നമ്മളാ കണ്ടത്. അതൊരു പൈതൃക സ്വത്തായി നമ്മുടെ സമൂഹത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനതിനെ തള്ളണം നമ്മൾ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെന്തിനു നമ്മൾ നിഷേധിക്കണം? ആ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മക്കാമിൽ സിയാറത്തിന് വരികയും മൗലിദിലും ദിക്റിലും നേർച്ചയിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളെ എന്തിനു മതത്തിൽ നിന്ന് പുറത്താക്കണം? പൈതൃകത്തെ നശിപ്പിക്കുന്ന ആളുകളെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഈ മനുഷ്യൻ വന്നപ്പോ നബി തങ്ങൾ എന്താ അതുകൂടി പറയട്ടെ. ഈ മനുഷ്യൻ വന്നിട്ട് നേരെ പറഞ്ഞ വാക്കെന്താ? കുറച്ച് ഗൗരവമുള്ള വാക്കല്ലേ? അങ്ങയിലേക്കല്ലാതെ ഒരു സ്ഥലത്തേക്ക് എവിടെ ഞങ്ങൾ അഭയം തേടും നബിയെ? അള്ളാഹു ഇല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാളെ വിളി കേൾക്കൂലേ? ആ മനുഷ്യൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു നിമിഷം ആ മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയി എന്നതുകൊണ്ട് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ? ഇല്ല. കാരണം നബി തങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അയാളെ തൗഹീദിനൊരു കുറവുമില്ല, അയാൾ മുസ്ലിമാണ്, മുവഹിദാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള സാധുവാണ് ആ മനുഷ്യൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പരിശുദ്ധ പ്രവാചകർ ഉടനെ ചെയ്ത പണി എന്താണ്? ചരിത്രകാരന്മാര് പറയുന്നു, അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ തട്ടം പോലും ശരിയാക്കാതെ, അവതാ മുണ്ട് പോലും ശരിയാക്കാതെ തലയിലിട്ട മുണ്ട് വലിച്ചിഴച്ചുകൊണ്ട് മിമ്പറിലേക്ക് കയറി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തലയെക്കെട്ട് ശരിക്ക് കെട്ടാൻ പോലും സമയമെടുത്തില്ല. എന്താ? കാരണം സമയം കളയാൻ പറ്റൂല. ഒരു സാധു സങ്കടം പറഞ്ഞതാ. നേരെ കയറി മെമ്പർക്ക് ചരിത്രം പറയുന്നു. വളരെ മനോഹരമായി ചരിത്രകാരന്മാർ പറയുന്നു, നബി തങ്ങൾ നേരെ മെമ്പറിലേക്ക് തട്ടം പോലും ശരിയാക്കാതെ ഓടിക്കയറി എന്ന് തന്നെയാണ് ഹദീസിന്റെ കിതാബിൽ ചരിത്ര ഗ്രന്ഥത്തിൽ ഉല്ലേഖനം ചെയ്തത്. തട്ടം ശരിയാക്കാൻ നബി തങ്ങൾ കാത്തു നിന്നില്ല, അയാളെ പഠിപ്പിക്കല്ല ചെയ്തത്. നേരെ കയറിയിട്ട് മെമ്പറിന്റെ മുകളിൽ നിന്നിട്ട് ഒറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മ സ്ഖിനാ വഇതം മുഈഥാ. ആ പ്രാർത്ഥന പോലും ചരിത്രം രേഖപ്പെടുത്തി. അല്ലാഹുമ്മ സ്ഖിനാ വഇതം മുഈഥാ മരീഅൻ മരീഅൻ ഒദികൻ തബകൻ നാഫിയൻ ഒയറല്ലാർ. അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു. ആജിലൻ ഒയററായിതിൻ യംലഉ ബിഹിൽ ലറ തംലഉ ബിഹിൽ ലറ വതുംബിതു ബിഹിൽ സറ എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ഒരു പ്രാർത്ഥന നബി തങ്ങൾ അങ്ങ് നടത്തി. ആ പ്രാർത്ഥന മിമ്പറിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടത്തവേ ഫമാ റദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈഹി. അങ്ങനെ നബി തങ്ങൾ തന്റെ കൈ ഇങ്ങോട്ട് മുഖത്തേക്ക് മടക്കിയിട്ട് കയ്യങ്ങ് താഴ്ത്തുന്ന സമയം, ആ ദുആ കഴിഞ്ഞ് നബി തങ്ങൾ ശറഫാക്കപ്പെട്ട കയ്യങ്ങ് താഴ്ത്തേണ്ട സമയം, ഹത്താ അൽഖത്തി സമാഉ ബിഅർദാഫിഹാ. ആകാശം അതിന്റെ ഭാണ്ഡമടിച്ചു, മഴയങ്ങ് കൊടുത്തു. ആകാശം അതിന്റെ ഭാണ്ഡമടിച്ചു, മഴയങ്ങ് കൊടുത്തു. നോക്കണം നിങ്ങൾ, നബി തങ്ങൾ ഈ അറാബി പറഞ്ഞ പോലെ മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചപ്പോ മഴയതാ വർഷിക്കുന്നു, തുടരെ തുടരെ മഴ.
ഇനി ഈ മഴ നീണ്ടു നിന്നാൽ വമ്പിച്ച പ്രളയം വരുമോ എന്ന് ജനങ്ങൾക്കൊരു ഭയം. ആ പ്രളയ ഭീതി കൊണ്ട് ജനങ്ങൾ ഓടി വന്ന് നബിയോട് സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൈ വീണ്ടും പൊക്കി അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാന സംഭവങ്ങൾ മദീനത്തെ പള്ളിയിൽ നിരവധിയുണ്ട്. സമാന സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തിൽ ഒട്ടേറെയുണ്ട്. ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ തിരുദൂതർ ചെയ്തപ്പോൾ ആ പ്രവർത്തനം നമ്മൾ കാണേണ്ടത് എങ്ങനെയാ? ഇയാൾ വന്നിട്ട് നിങ്ങളെ അഭയുള്ളൂ എന്ന് പറയുമ്പോൾ തങ്ങളോട് ചെന്നിട്ട് തങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണട്ടോ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോയോ? അഷ്റഫുൽ ഖൽഖിനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഇജ്ജ് അവിടെ നിൽക്ക്, ആദ്യം നീ പ്രാർത്ഥിക്കേണ്ട രീതി പഠിക്കുന്നു പറഞ്ഞവനെ തൗഹീദ് പഠിപ്പിക്കലല്ല ചെയ്തത്. ഇവിടെ ചിലർ ചെയ്യുന്ന പോലെ അതല്ല പൈതൃകം നിന്ന് പഠിച്ചൂടെ? ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കാന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മനസ്സിലാക്കുന്നു പൈതൃകം അതാന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ നബി തങ്ങൾ ചെയ്തെങ്കിൽ പിന്നെന്താ നമുക്ക് ചെയ്താൽ? ഇങ്ങനെ ഒരാൾ മമ്പുറത്ത് വന്നിട്ട് സങ്കടം പറയുമ്പോൾ എന്തിനാണ് മമ്പുറത്തേക്ക് പോകുന്നത്? നിനക്ക് നേരിട്ട് പഠിച്ചവരോട് ചോദിച്ചൂടെ? നമ്മളെ പള്ളിയിൽ കയറി രണ്ടരൊക്കെ നിസ്കരിച്ചാൽ ദ്വാരുന്ന പോലെ വെറുതെ മമ്പുറത്ത് പോയി കബർ പൂജിക്കണോ എന്ന ചോദ്യം പൈതൃകത്തെ എതിർക്കുന്ന ചോദ്യമാണെന്നും അത് പാരമ്പര്യമല്ലെന്നും പഠിക്കാൻ ഇതിലപ്പുറം എന്ത് വേണം? അവ പറയും മരിച്ചവാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മരിച്ചപ്പോഴല്ലോ. മരിച്ചപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മരണാനന്തരമുള്ള ഉദാഹരണം അവിടെ ചെന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നേരിട്ട് പറഞ്ഞ അനുഭവം പറഞ്ഞില്ലേ. ഇനി വേണ്ട പോകട്ടെ, അഷ്റഫുൽ ഖൽഖ് തന്നെ ചെയ്ത മരിച്ചവരുള്ള പ്രവർത്തനം ഉണ്ടല്ലോ. മരിച്ച ആളുകളോട് അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത അനുഭവം ഉണ്ടല്ലോ. അതുകൂടി പഠിക്കണ്ടേ നമുക്ക്? നബി തങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട കാവൽ ഭടനെ പോലെ നിന്നിരുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല ഉഹദിന്റെ രണാങ്കണത്തിൽ ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞു. സയ്യിദു ശുഹദാ ആ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് നമ്മുടെ മുത്തുനബി തങ്ങളാ. ഒരു സഹായി പോയി, വലങ്കയ്യ പോയി, കുടുംബം പോയി, പിതൃവ്യൻ പോയി. എല്ലാ അർത്ഥത്തിലും അളവിലും ദീന്റെ ശത്രു രക്ഷപ്പെട്ടു. ദീന്റെ ശത്രു വിജയിച്ചു. ചതിയിലാ കൊന്നത്. നല്ല ഒരു ചെറുപ്പക്കാരനെ നേരിട്ടുള്ള ഏറ്റുമുട്ടലല്ല, ചതിയിൽ കൊല്ലുമ്പോൾ അതും തന്റെ കുടുംബത്തിൽപ്പെട്ട ദീന്റെ സഹായിയാകും. എന്തൊരു വേദന ഉണ്ടാകും. അന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ ഇറക്കറിഞ്ഞത്. കരഞ്ഞു കരഞ്ഞ് ബഹുമാനപ്പെട്ട പ്രവാചകർ വിഷമിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട് ചരിത്രത്തിൽ, യാ ഹംസത്തു യാ അമ്മ റസൂലില്ലാഹ്. നബി തങ്ങൾ തന്നെ പറയുന്നു, യാ ഹംസത്തു യാ അമ്മ റസൂലില്ലാഹ് വഅസദല്ലാഹി വഅസദ റസൂലിഹി. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെയും സിംഹക്കുട്ടിയാണിത്. യാ ഹംസത്തു യാ ഫാഇലൽ ഖൈറാത്ത്. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ നോക്കിക്കൊണ്ട് യാ ഫാഇലൽ ഖൈറാത്ത്, യാ ഹംസത്തു യാ കാശിഫൽ ഖുർബാത്ത്. മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെ കാശിഫുൽ ഖുർബാത്ത് ആവുക? വിഷമങ്ങളെ അകറ്റാൻ ഇയാൾക്ക് എങ്ങനെ കഴിയും? നബിതങ്ങളല്ലേ നേരെ പറയുന്നത് നിങ്ങൾ വിഷമം അകറ്റുന്നവനാണ്. മാത്രമല്ല പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ദാബ അൻ വജ്ഹി റസൂലില്ലാഹ്, യാ ദാബ അൻ വജ്ഹി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ തൊട്ട് നിങ്ങൾ ഒരുപാട് പ്രതിരോധങ്ങൾ നടത്തിയ മനുഷ്യനാണ്. നിങ്ങൾ ഒരുപാട് നല്ലത് ചെയ്ത മനുഷ്യനാണ്, നല്ലത് ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് എന്തിന് പറയണം ഈ കാര്യം? എന്താ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുക? മരിച്ച ഒരാൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യൂലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കേവലം ഒരു വിലാപൻ നബി തങ്ങൾ നടത്തും, ഒരു കാര്യമുള്ള കാര്യമില്ലാതെ. മരണപ്പെട്ട ആൾക്ക് വേണ്ടി വാറത്തടിച്ച് കരയരുത് എന്നും അതുകൊണ്ട് കാര്യമില്ലെന്നും പഠിപ്പിച്ച പ്രവാചകർ ഇങ്ങനെ ചെയ്ത എന്താ? ഹംസ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും സഹായം ലഭ്യമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ മരിച്ചവരോട് നമ്മൾ അങ്ങോട്ട് പറയുന്നു, മരിച്ചവർ ഇങ്ങോട്ട് പറയുന്നു ഒക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത അനുഭവങ്ങൾ ധാരാളല്ലേ. ഇസ്ലാമിക ചരിത്രം പറയുന്നു, നല്ല ബന്ധുക്കൾ ദീനിയായപ്പോൾ നിങ്ങളൊരു പാപ്പ മരിച്ചുപോയി എന്നിരിക്കട്ടെ, അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. നമ്മളൊക്കെ മരണപ്പെട്ടു പോയി എന്നിരിക്കട്ടെ. നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മക്കൾ മോശപ്പെട്ട പ്രവർത്തനം ചെയ്ത് കാണുമ്പോൾ ദുഃഖം ഉണ്ടാവുന്ന മരിച്ചവർക്ക് വേണ്ടി ഈ ബന്ധുക്കൾ തേടുമത്രേ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ റാജിഉ ബിഹിം വലാ തുമിതുഹും ഹത്താ യഹ്ദിയഹും. പടച്ചോനെ അവരെ നീ സൂക്ഷിക്കണേ, ഹിദായത്ത് കൊടുത്തിട്ടല്ലാതെ അവരെ നീ മരിപ്പിക്കല്ലേ എന്ന് ഈ മരിച്ചവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് നീ പറയുന്നു. അപ്പൊ നല്ലൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി ഖബർ കിടന്ന് ദ്വാരക്കൂലേ? നല്ല മനുഷ്യന്മാർ, ഔലിയാക്കളും മഹത്തുക്കളുമായ ആളുകൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നല്ലേ നമ്മൾ പഠിച്ചത്? അവര് ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത്തരം മഹാത്മാക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടൂലേ? എത്രത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് തന്നെ മരണാനന്തരം അത്ഭുത സിദ്ധികൾ കാണിച്ച സംഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച മഹത്തുക്കളുണ്ടല്ലോ. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അതിൽപ്പെട്ട ഒരാളാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ മദീനത്തെ പ്രഗൽഭനായ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. കിരീടം വെക്കാത്ത സുൽത്താനാണ്, പണ്ഡിത ഗണത്തിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആബിദുമാണ്, ആലിമുമാണ്.
ആ മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനുണ്ടാവും. എല്ലാ ജമാഅത്തിനും അദ്ദേഹം ഉണ്ടാവും. എല്ലാ ജമാഅത്തിനും ഉണ്ടാകുന്ന അദ്ദേഹം ഹർറ യുദ്ധകാലത്ത് അഥവാ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിൽ സംഘടന നടക്കുന്ന കാലത്ത് ഹർറ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ആ ഹർറ യുദ്ധ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് ഒരൊറ്റ മനുഷ്യനില്ലാത്ത 1-2 ദിവസങ്ങൾ വന്നു. ഏതാനും ദിവസങ്ങൾ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ മദീനത്തെ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാൻ ആളില്ല, ബാങ്ക് കൊടുക്കാൻ പോലും ആളില്ല. ഒരാളെങ്കിലും വേണ്ടേ? സ്വഹാബത്തിനിടയിലുണ്ടായ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ചിലരൊക്കെ യുദ്ധമുഖത്ത് പോയപ്പോൾ ഈ പ്രതിരോധ വേളയിലും അതുപോലെ തന്നെ പ്രതിസന്ധിയിലും പെട്ടുകൊണ്ട് മദീനത്തെ പള്ളി നിസ്കരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. നമസ്കാര നിർവഹണത്തിന് ആളില്ല, ബാങ്ക് കൊടുക്കാനും ആളില്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ വന്നു. അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നു, ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്, ബാങ്കിന്റെ സമയമായപ്പോൾ പരിശുദ്ധ റൗദ ഷരീഫിൽ നിന്ന് നേരിട്ട് അങ്ങ് ബാങ്ക് വിളിക്കുന്നത് കേട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. റൗദിൽ നിന്ന് നേരെ ബാങ്ക്. ഒരാൾക്കും അഭിപ്രായവ്യത്യാസം ഇല്ലാത്ത ചരിത്ര. കാരണം എന്താ? സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം ആദ്യം. നമ്മളൊക്കെ പരിശുദ്ധ മക്കത്ത് ചെന്നാൽ ഒരു ഹജ്ജിന് ചെന്നിട്ടുണ്ടെങ്കിൽ 40 വക്ത് മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പടാപ്പാട് പെടുന്ന ആൾക്കാരാണ്. കാരണം ശ്രേഷ്ഠത ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മദീനത്ത് ചെന്നിട്ട് മൻ സ്വല്ലാ ഫീ മസ്ജിദി ഹാദാ 40 സ്വലാത്തൻ ലാ തഫൂതുഹു സ്വലാ, ഒരു വക്തും ഫൗതാകാതെ തുടർച്ചയായി 40 വക്ത് എന്റെ പള്ളിയിൽ ഒരാൾ നമസ്കരിച്ചാൽ കുത്തിബത്ത് ലഹു ബറാഅത്തും മിനന്നാർ, അവന് നരകമോചനമുണ്ട്, നിഫാഖിൽ നിന്ന് മോചനമുണ്ട് എന്നൊക്കെ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പള്ളിയിൽ 40 വക്ത് എത്ര വേണം? 8 ദിവസം വേണം. 8 5 40. അതാണ് ഹാജിമാരൊക്കെ മദീനത്ത് പോയിട്ട് 8 ദിവസം നിൽക്കുന്നത്. ചിലർ 8 ദിവസം നിൽക്കുമ്പോഴേക്കും 3 ദിവസം ആകുമ്പോൾ ഞങ്ങൾ പോട്ടെ എന്ന് തന്നെ പോകും. അവർക്ക് കാരണം റസൂലുള്ളാഹിയുടെ ബന്ധം അത്ര മതി. കാരണം അവർ വിചാരിക്കുന്നത് നേരെ പോയിട്ട് മക്കത്ത് ചെന്നാൽ 1,00,000 കൂലി കിട്ടുന്ന 1,00,000 കൂലി. ആ 1,00,000 കൂലി അവിടെ കിട്ടുന്നുണ്ട്. മദീനത്ത് പോവുക. അത് പഠിപ്പിച്ചു കൊടുത്ത ആളാരാ? അത് ഇവിടെയാ. അവിടെ 1,00,000 ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആൾ ഇവിടെയാണ്. ഈ ഇത്തിബായിന്റെ പുണ്യവും കൂലിയും ഒന്നും മനസ്സിലാക്കണില്ല. ഏത് കൂലി വാങ്ങി നീ എങ്ങനെ പരിശുദ്ധ പ്രവാചകരെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഗണിക്കാതെ മഴ്സണി ചെന്നാലും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൂടാതെ ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ദീനാണ് ഈ പറയുന്നത്. ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പോലും അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖിന്റെ മേലിൽ സലാത്തിലണം. ദുആ സ്വീകരിക്കണമെങ്കിൽ സലാത്തിലണം. മദീനത്തെ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോഴേ കൈ ഇങ്ങനെ മതി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചോ നിങ്ങൾ, ശിർക്ക് വരൂലേ? അപ്പുറത്തെ നബി തങ്ങൾ കിടക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ആളോട് പറയാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നേരിട്ട് പറയണേ മൊത്തോക്കിയിട്ട്, ശിർക്കാവൂലേ? നേർക്കെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, പക്ഷെ അത്തയ്യാത്തിന് ചൂണ്ടിട്ട് ഇങ്ങനെ പറയാം. നോക്കണം നിങ്ങൾ, ഒരു വിശ്വാസത്തിന്റെ വൈകല്യം വന്നുകൂടി ഉണ്ടാകുന്ന അപകടം പടച്ചറപ്പം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊരു സംഘടന. അതൊക്കെ പൈതൃക ഏതാ? നിങ്ങൾ പഠിച്ചോ. പൈതൃകം ഏതാ നമ്മൾ മനസ്സിലായിക്കോ. അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ നോക്ക്. നിങ്ങൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടി 40 വക്ത് പറഞ്ഞ എന്തിനറിയോ? വെറുതെ അല്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല മദീനത്തെ പള്ളിയിൽ 40 കൊല്ലം, വക്തല്ല 40 കൊല്ലം ഇമാം അല്ലാഹു അക്ബർ എന്നുള്ള 1ാമത്തെ തക്ബീർ കിട്ടുമ്പോൾ വലതുവശത്ത് അവിടെ ഉണ്ടാവും സൊഫിൽ. അങ്ങനെ തന്നെ താരീഖിലുണ്ട്. മാ ഫാതതുഹു തക്ബീറത്തുൽ ഊലാ, മാ ഫാതതുഹു തക്ബീറത്തുൽ ഊലാ, 1ാമത്തെ തക്ബീർ ഈ പണ്ഡിതന് നഷ്ടപ്പെടാറില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഫീ മസ്ജിദ് റസൂലില്ലാഹി മുൻദു 40 ആമാ. ആ വാചകമൊക്കെ എങ്ങനെ കാണണമെന്നറിയോ? മുൻദു 40 ആമാ, 40 കൊല്ലം. 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കിട്ടുമ്പോൾ ആ വക്തിന് അദ്ദേഹം പള്ളിന്റെ ഇമാമിന്റെ വലതുവശത്ത് ഉണ്ടാകും എന്ന് ദീൻ പറയുന്നു, ചരിത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ താരീഖിൽ ഒരാൾക്കും അഭിപ്രായവ്യത്യാസം ഇല്ലാതെ രേഖപ്പെടുത്തിയ സംഗതിയാണ്. അങ്ങനത്തെ മനുഷ്യനാ പറയുന്നത്, ഞാൻ പള്ളിക്കാണ് കയറുന്ന സമയത്ത് ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ ആളില്ല, സമയമായപ്പോൾ റൗദയിൽ നിന്ന് ബാങ്ക് കേട്ടു. അതാരാ കൊടുത്തത്? അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ. എന്താ അതിന് തർക്കമുള്ളത്? എന്താണ് അതിലൊരു തർക്ക വിഷയമുള്ളത്? ഈ ബാങ്ക് റൗദയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ തലമുറക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മഹാന്മാർ ഖബറിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ. എന്താണ് അതിൽ തർക്കമുള്ളത്? ഈ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അത്തരം ആളുകളുടെ പ്രത്യേകതയും അവരുടെ സവിശേഷതയും ഒക്കെ അതാ. ആ മഹാന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ചില സിദ്ധികളും ചില സവിശേഷതകളും ഒക്കെ ഉണ്ട്. എന്താ തർക്കമുള്ളത്? മരണാനന്തരം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രൂപം ഉണ്ടല്ലോ ചരിത്രത്തിൽ. അത് പാരമ്പര്യമാണോ പൈതൃകമാണോ നോക്കാം നമുക്ക്. നിങ്ങൾ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഖതീബ, പ്രഭാഷകനാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇരിക്കട്ടെ. വകാനത്ത് അലാ സാബിത്തിൻ ദിർഉൻ നഫീസത്തുൻ, അദ്ദേഹത്തിന് ഒരു അപൂർവമായ നല്ല ഭംഗിയുള്ള മനോഹരമായ വിലയുള്ള ഒരു പടയങ്കി ഉണ്ടായിരുന്നു.
ചരിത്രം പറയുന്നുണ്ട്. നല്ല ഒരു പടയങ്കി. ആ പടയങ്കി വളരെ നഫീസത്താണ്, വിലപിടിപ്പുള്ള സാധന, നല്ല സാധന. സാധാരണക്കാരായ ചെറുപ്പക്കാരെ മനസ്സിലുള്ള സംശയം തുടച്ചു നീക്കുമാർ ആ ചരിത്രം വ്യക്തമാക്കുന്നത്. എന്നെ ഈ വിഷയം ഏൽപ്പിച്ചുകൊണ്ടാണ്. കാലിക വിഷയങ്ങളും ആനുകാലിക സംഭവങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ വിഷയത്തിൽ ഒതുങ്ങിയത്. എന്നെ വിഷയം അത് വളരെ കാലിക പ്രസക്തമായ സംഗതിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു അമൂല്യമായ നല്ല ഒരു പടയങ്കി, ഈ പടയങ്കി ധരിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. മുസൈലിമത്തുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം ധീരമായി പങ്കെടുത്തു, ഷഹീദായി. മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സാധനം ഒരാൾ കട്ടെടുത്ത് കൊണ്ടുപോയി. താരീഖിലുണ്ട്. അയാൾ മരിച്ചു കിടക്കുമ്പോൾ ഈ പടയങ്കി അഴിച്ചിട്ട് ഒരാൾ കൊണ്ടുപോയി. അയാൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കൊണ്ടുപോയി അയാൾ സ്വന്തം വീട്ടിലത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചൊരു സ്ഥലത്ത്. ഈ പടയങ്കി വളരെ വിലപിടിപ്പുള്ളതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി. അന്നൊക്കെ പടയങ്കി വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇസ്ലാം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു പടയങ്കിക്ക് വലിയ സ്ഥാനമുണ്ട്. ആ പടയങ്കി കൈവശം വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അത് കൊണ്ടുപോയി അത് സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അത് പൂഴ്ത്തി വെച്ചു. മുസ്ലിങ്ങളിൽപ്പെട്ട ആ പടയാളികളിൽപ്പെട്ട രക്ഷപ്പെട്ട ഒരാൾ തന്നെ. അങ്ങനെ ആ സംഭവം അങ്ങനെ നടന്നുപോയി. തൊട്ടടുത്ത ദിവസത്തിന്റെ രാത്രി, അഥവാ ഈ മരണം നടന്നില്ല, ഇസ്തിഷാദിഹി, മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം, അന്ന് രാത്രി റജുലുൻ മിനൽ മുസ്ലിമീൻ ഫീ മനാമിഹി, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നത്തിൽ കാണുന്നു. ഞാൻ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യമേ പറയുന്നുള്ളൂ. ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ എതിർപ്പിനോ വകവെക്കുന്നില്ല. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. ഒരു സ്വഹാബി സ്വപ്നത്തിൽ കണ്ടപ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല ആ മനുഷ്യനോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുകയാണ്. അതങ്ങ് പറഞ്ഞിട്ടപ്പോൾ സിഫത്തുഹു കഥാ വ കഥാ, ഇന്നാലിന്റെ മനുഷ്യൻ, ഒരു മനുഷ്യന്റെ വിവരം ശരിക്കും പറഞ്ഞത് ഇന്നാലിന്റെ രൂപത്തിലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? അഖദ ദിറഈ, എന്റെ പടയങ്കി ആ മനുഷ്യൻ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വമലാബിഹി, അതുമായി അവൻ പോയി. വലഹ തഴത്ത കിദിരൻ ലഹു, അവന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു പാത്രത്തിലിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ തന്നെ താരീഖുണ്ട്. അവന്റെ വീട്ടിൽ ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു പാത്രത്തിലിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ തന്നെ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅതി ഖാലിദ് ഇബ്നുൽ വലീദ്, നീ ഖാലിദ് ഇബ്നുൽ വലീദിനോട് പോയിട്ട് വിവരം പറഞ്ഞാൽ മതി, നീ ഒന്നും ചെയ്യണ്ട. നീ പോയിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിവരം പറ. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട്, ഇങ്ങനെ ഒരാൾ ഇത് കട്ടെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ടുണ്ട്, അവൻ ഇന്നാലിന്ന ആളാണെന്ന് ശരിക്കാൻ രൂപമാണ് പറഞ്ഞു കൊടുത്തു. വ്യക്തമായ മനുഷ്യനെ മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഫഖതി ഖാലിദ് ഇബ്നുൽ വലീദ്, ഈ മനുഷ്യൻ പിറ്റേ ദിവസം ഖാലിദ് റളിയല്ലാഹു തആലയുടെ അടുത്ത് വന്നു. ഫഅഖ്ബറഹു മാ റഅ, സ്വപ്നത്തിൽ കണ്ട വിഷയങ്ങളൊക്കെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഫബഅഥ ഖാലിദുൻ മൻ യുഖ്ദിറു ദിർഅ മിൻ ഇൻദി ആഖിദിഹാ, ഫബഅഥ ഖാലിദുൻ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ചു. മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അയച്ചു. ആരെ അയച്ചു? മൻ യുഖ്ദിറു ദിർഅ മിൻ ഇൻദി ആഖിദിഹാ, ഇത് കട്ടെടുത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചവന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചുകൊണ്ടുവരാൻ പറ്റിയ ഒരാളെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ചു. ഫവജദഹ, അവിടെ ചെന്നപ്പോൾ ആ സാധനം കാണാൻ കഴിഞ്ഞു. ഫി മകാനിഹാ, ആ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. വജാഅ ബിഹാ കമാ ഹിയ, ഏതുപോലെ അതുണ്ടായിരുന്നോ അതുപോലെ തന്നെ തൊണ്ടി സഹിതം എടുത്തുകൊണ്ട് അന്ന് ഹാജരാക്കി എന്ന് ചരിത്രം പറയുന്നു. എങ്ങനെയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന് മരിച്ചു കിടക്കുന്ന കബറിൽ നിന്ന് ഈ സംഭവം കാണാൻ കഴിഞ്ഞത്? എങ്ങനെ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം സുഹൃത്തിനോട് സ്വപ്നത്തിൽ പറഞ്ഞത്? ആ മരിച്ചു കിടന്നാൽ എല്ലാം കഴിഞ്ഞു പോയോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയവും പൂർത്തിയായോ? മരണത്തോടുകൂടി ഈ ഭൗതിക ലോകത്ത് നീങ്ങി എന്നല്ലാതെ അവന്റെ ആത്മീയമായ ലോകത്ത് അവനില്ലേ? നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നതും ഒന്നും മഹാൻ അറിയുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? തികച്ചും അത് നിരീക്ഷിക്കുകയും നമ്മളെക്കുറിച്ച് ഒരു പക്ഷേ തൃപ്തിപ്പെടുകയും ചെയ്യുന്നുണ്ടാകും. അല്ലാഹു തൃപ്തിപ്പെടുന്ന ഈ ഭാഗത്തിൽ നമ്മൾ പെടുത്തി തെരുമാറാവട്ടെ. വെറുതെ നല്ല ഈ സഞ്ചയം ഇവിടെ ഇരിക്കുന്നത്, വെറുതെ നല്ല നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നത്, വെറുതെയല്ല പല ഭാഗത്തുനിന്നും ആയിരങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അതൊന്നും തടയാൻ സമൂഹത്തിൽ ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് ഇന്നേ വരെ സാധിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ പ്രചരണത്തിന്റെയോ പ്രസംഗത്തിന്റെയോ മിടുക്കൊണ്ടൊന്നുമല്ല. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് സത്യമല്ലാത്തതിന് പടച്ച റബ്ബ് ഈ മഹത്തുക്കളെ കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തുകയാണ്.
ഇവരൊക്കെ മഹത്വം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മനോഹരമായി ജീവിക്കുന്നതിന് അതുകൂടി മനസ്സിലാക്കണം. ഈ മഹത്വങ്ങളൊക്കെ വല്ലാതെ അനാദരവ് കാണിച്ചാൽ ഇതിലപ്പുറം ഉണ്ടാവും. അപ്പോൾ ഇതിലും വലിയ മഹത്വങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്ന മണ്ണിൽ എന്തൊക്കെ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ലോകത്ത്. ഇപ്പോൾ സിറിയയുടെ മണ്ണിൽ ഡമസ്കസ് എന്ന് പറയുന്ന ഡമസ്കസിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 20 കൊല്ലം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഗവർണറും 20 കൊല്ലം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ അതേ വ്യക്തി തന്നെ ഖലീഫയുമായി വാണ നാടാ ഡമസ്കസ്. എന്താണ് നാടിന്റെ ഒക്കെ പ്രത്യേകത? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന അസത്യത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന ഡമസ്കസിലെ പള്ളിയുള്ള സ്ഥലം. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന 2ാം ഉമർ ചരിത്രത്തിൽ ഭരണത്തിന്റെ സാരഥ്യം വഹിച്ച മണ്ണ്. അവിടെ മുസ്ലിങ്ങൾ കൊമ്പ് കോർക്കുക കൂട്ടരെ തമ്മിൽ തല്ലിയാണ്. എന്തേ കാരണം? മുസ്ലിം സമൂഹത്തിന് അവരെ കുറിച്ചുള്ള വില അറിയില്ല. അവിടെ നടക്കുന്ന അപകടത്തെക്കുറിച്ച് എൻ്റെ വിഷയം അതായിരുന്നുവെങ്കിൽ വിശദീകരിക്കാമെന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹു അത്തരം അബദ്ധത്തൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഖബറിലേക്ക് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ ബാപ്പ പോയി അല്ലെ ഉമ്മ പോയി എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ മക്കളൊക്കെ ഏതെങ്കിലും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ എന്താണ് ആ ഹദീസിലൊക്കെ മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത് കൂടി ഒരുത്തനും നടന്നു പോകില്ല. ദുനിയാവിൽ വെച്ച് ആ മനുഷ്യനെ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ആ അറിയുന്ന മനുഷ്യനോട് നിങ്ങളെങ്ങാനും സലാം പറഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണോ എനിക്ക് സലാം പറഞ്ഞത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ സലാം അടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. തിരിച്ചറിഞ്ഞിട്ട് സലാം. നിങ്ങളെ ബാപ്പാന്റെ അടുത്ത് നിങ്ങൾ പോയാൽ ബാപ്പ തിരിച്ചറി, ഉറപ്പാ. നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾ പോയാൽ ഉസ്താദ് തിരിച്ചറി. ഒരാളടുത്ത് നമ്മൾ ചെന്ന് പറഞ്ഞാൽ തിരിച്ചറിയും ഉറപ്പെ. ഖബറിൽ കടന്നാൽ കഴിഞ്ഞു. ഒരാള് ഒരിക്കൽ ഖബറും അങ്ങനെ ചാരിയിരുന്നു വലിയ ആളായിട്ട്. അത് അള്ളാഹുവിന്റെ തിരുത്തുതിർ കണ്ടു. നബി തങ്ങളുടെ കാലഘട്ടത്തിലാ ഒറ്റ വാക്ക ഇൻസിൽ അനിൽ ഖബർ, ഇറങ്ങ് ഖബർ വന്നിട്ട് ഇറങ്ങ്. നബി തങ്ങൾ പറയാണ്, ഏയ് ഖബർ വന്നുകൊണ്ട് ഇറങ്ങ്. ലാ തൂദി സാഹിബൽ ഖബർ, ആ ഖബറിന്റെ ഉടമയെ ഈ വേദനാക്കല്ലേ, ആ ഖബറിന്റെ ഉടമയെ നീ വേദനയാക്കല്ലേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മരിച്ചെന്നോ മണ്ണടഞ്ഞ ആൾക്ക് എന്ത് വേദന? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തിനാ നബി? അപ്പൊ നബി തങ്ങൾക്ക് എന്താ പൈതൃകം? നബി തങ്ങൾക്ക് ഇത് അറിയില്ലേ? അറിയാത്തോടെ നബി തങ്ങൾ പറഞ്ഞതാ. എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം? അതിനൊക്കെ നിഷേധിക്കാൻ നമ്മുടെ മനസ്സ് വളരുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തോ കുറച്ച് പുരോഗതി ഉണ്ട് നമുക്ക് തോന്നലല്ലേ? ആ പുരോഗതിയുടെ തോന്നലാണ് കറാമത്തുകളെ നിഷേധിക്കുന്നത്. അതാണ് പൂർവീക സമൂഹത്തിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നത്. അതൊന്നും ഒരു ശരിയായ നടപടിക്രമമല്ലല്ലോ. ഇപ്പൊ കറാമത്തുകളെ കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത് കറാമത്തുകളുടെ എമ്പാടും എപ്പോഴും പറയുന്നുണ്ടാ. കറാമത്തുകളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കറാമത്തുകൾ എന്ന് പറയുമ്പോൾ ഈ അത്ഭുത സിദ്ധികളല്ല മഹത്തുക്കളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം, അത് വേറെയാ. അത്ഭുത സിദ്ധികളെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ട അനുഭവങ്ങൾ തന്നെ സ്വഹാബത്ത് നേരിട്ട് ഉദ്ധരിച്ച സംഭവങ്ങളില്ലേ? നേരെ കേട്ടുകേൾവിയൊന്നുമല്ലല്ലോ. കേട്ടുകേൾവിയല്ല എന്നതിന്റെ തെളിവ് പിന്നെ അവരെ കുറിച്ച് ചിലർ പറയുന്നതാ. ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അബൂ മുസ്ലിം അൽ ഖവലാനിയെ കുറിച്ച് നമുക്കറിയാലോ. അദ്ദേഹം കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാ. ചരിത്രകാരന്മാർ പറയുന്നു കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖവലാനിയെ തീയിലിട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അവനെ പ്രവാചകനായി അംഗീകരിച്ചില്ല എന്നുള്ള കുറ്റ. അവനെ പ്രവാചകനായി അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ തീയിലിട്ട് ചുട്ടുകരിക്കാൻ ഏർപ്പാടാക്കി. അങ്ങനെ അദ്ദേഹത്തെ ചുട്ടുകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട പോലെ വമ്പിച്ച തീയിന്റെ കുണ്ടാരം കൊണ്ടുവന്നു. വിറക് കൂട്ടി തീ കത്തിച്ചു, തീയിലിട്ടു, അദ്ദേഹത്തെ വലിച്ചങ്ങോട്ടിട്ടു. പക്ഷേ ആ കള്ളപ്രവാചകനായ അസ്വദ് കണ്ട കാഴ്ച എന്താണ്? അവന്റെ കൂട്ടുകാർ അവൻ നബിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവന് അംഗീകാരം കൊടുക്കാത്ത മനുഷ്യനെ വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യൻ തീയിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം ഇങ്ങനെ നമസ്കരിക്കുകയാണ്. അത്ഭുതമല്ലേ അത്? തീ ഇങ്ങനെ കത്തുന്നു, തീയിന്റെ നടുക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ നമസ്കരിക്കുന്നു. ഇത് താരീഖല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചരിത്രം പറയുന്നു. എന്ന് മാത്രമല്ല, അതേ സംഭവം പിന്നീട് ആവർത്തിക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു മദീനയിലേക്ക്. ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു. അബൂ മുസ്ലിം, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ഇങ്ങനെ കടന്നു വരുന്നു റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ സ്തുതി. ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ പടച്ചവന്റെ സ്തുതി. എന്താ അങ്ങനെ പറയാൻ കാരണം? അബൂ മുസ്ലിമിനെ കണ്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു അൽഹംദുലില്ലാഹ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. എന്താ പറയാൻ കാരണം? അല്ലദീ ലം യുംതിനി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഈ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് പടച്ചറബ് ദീർഘായുസ് തന്നല്ലോ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? മം ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലില്ലാഹ്. ഇബ്രാഹിം നബിയെ ചെയ്ത പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ചെയ്തു. ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ആ മനുഷ്യനെ ഞാൻ കണ്ണുകൊണ്ട് ഇതാ കാണുന്നു. പടച്ചവനെ, ഇയാളെ എൻ്റെ 2 കണ്ണുകൊണ്ട് കാണുവോളം എനിക്ക് നീ ദീർഘായുസ് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊ ആ സംഭവത്തിന്റെ സാക്ഷ്യമായില്ലേ അത്? ഉമർ റളിയല്ലാഹു തആല ആ മനുഷ്യനെ കണ്ടു. ഇബ്രാഹിം നബിയെ തീയിലിട്ട പോലെ തീയിലിട്ട ആ മനുഷ്യനെ, രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യനെ കണ്ടു. എന്താ ഇവിടെ സംഭവിച്ചത്? ബർക്കത്താണത്, അല്ലെങ്കിൽ കറാമത്താണത്, അല്ലെങ്കിൽ മുഅ്ജിസത്താണത്. അത് അത്ഭുത സിദ്ധിയ. അത് മഹാന്മാർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റൂല. അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റൂല. ഇതൊക്കെ വിശ്വസിച്ചവരാണ് പൂർവികർ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു? ഒരു ഹദീസ് പഠിച്ചാൽ മനപ്പാടാവാത്ത മനുഷ്യനെന്നല്ലോ. ഒറ്റ ഹദീസ് പഠിച്ചാൽ മനസ്സിലാക്കൂല. മറന്നിങ്ങനെ പോകും, പഠിക്കുന്തോറും മറന്നിങ്ങനെ പോകും. അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ എന്നിട്ട് പരാതി പറഞ്ഞു, നബിയേ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറാ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ അങ്ങയിൽ നിന്നും ഒരുപാട് ഹദീസ് കേൾക്കുന്നുണ്ട്. നബിയെ, ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്നും ഒരുപാട് ഹദീസ് കേൾക്കുന്നുണ്ട്. ഈ ഹദീസുകളൊക്കെ ഞാൻ കേൾക്കുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ, വലാകിൻ ഉഹിബ്ബു ലാ അൻസാ, മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണേ. ഞാനൊക്കെ മറന്നു പോകുന്നു, എനിക്ക് ഓർമ്മശക്തി കുറവാണ്, മറവിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ വിശുദ്ധ തിരുദൂതർ പറയുന്ന വാചകം നോക്കണം നിങ്ങൾ. നബി തങ്ങൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, നിനക്ക് മുണ്ട് കയ്യിലുണ്ടോ? ഉബ്സുത് റിദാഅക, മുണ്ടിങ്ങോട്ട് വിരിക്ക്, നീ നിന്റെ മുണ്ടിങ്ങോട്ട് വിരിക്ക്. എന്താണ് മറവിക്ക് ചികിത്സ? മുണ്ടോ? അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചില്ല, മുണ്ടിങ്ങോട്ട് വിരിച്ചു കൊടുത്തു. മുണ്ട് അങ്ങോട്ട് വിരിച്ചു കൊടുക്കുമ്പോൾ താരീഖിന്റെ കിതാബിൽ, ഹദീസിന്റെ കിതാബിൽ കാണാം, ഫഖദഫ ബിയദിഹി ശരീഫതി മിനൽ ഹവാഖി ഫി റിദാ. ഫഖദഫ, നബി തങ്ങൾ ഇങ്ങനെ വാരി, ബിയദിഹി ശരീഫതി, ശ്രേഷ്ഠമാകുന്ന 2 കരങ്ങൾ കൊണ്ട്, മിനൽ ഹവാ, ഈ വായുവിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് വാരിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഫഖാല ദുമ്മഹു, കൂട്ടിപ്പിടിച്ചോ. അതന്നെ ഇട്ട് കൊടുത്തിട്ട് കൂട്ടിപ്പിടിച്ചോ. അപ്പൊ നമ്മക്ക് അതിന് കൂട്ടിപ്പിടിച്ചു. അതന്നെ കൂട്ടിപ്പിടിച്ച് ആ മുണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്. എന്താണ് അതിലിട്ടതെന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് അറിയില്ല, ഒന്നും കണ്ടില്ല, വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഫഖദഫ ബിയദിഹി ശരീഫതി മിനൽ ഹവാഇ, വായുവിൽ നിന്ന് എന്തോ അങ്ങനെ വാരിയിട്ട് അത് ഇട്ട് കൊടുത്തു. അപ്പൊ ഫദുമ്മഹു, കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടിപ്പിടിച്ചു. അതിനുശേഷം ഞാൻ ഒരു സംഗതിയും മറന്നു പോയിട്ടില്ല, ഒരു സംഗതിയും ഞാൻ മറന്നിട്ടില്ല, ഒരു സംഗതിയും പിന്നെ ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാരിട്ട് കൊടുത്ത സാധനം എന്താണെന്ന് ആർക്കും അറിയില്ല, ഒന്നും അറിയില്ല. അതല്ലേ പരിശുദ്ധ പ്രവാചകൻ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനൊക്കെ നിഷേധിക്കും. ഇത് പൈതൃകല്ലേ, ഇത് പൈതൃകമല്ലേ. ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണിങ്ങനെ വീഴുമ്പോ കൈകൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നല്ലേ. യമൻ റദത്തൈല ഖതാദതൈനഹു വലിജാബിരിൻ നജ്ലിഹി വസ്സഅബൈനഹു യാ റബ്ബി സല്ലി. എന്താണ് ഇപ്പം അതിലൊരു ശിർക്കും പുറകോട്ട് പോക്കുണ്ടോ? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി, ഉണ്ടോ? അതൊരു പൈതൃകല്ലേ. ഈ പൈതൃക സ്വത്തിനെ സംരക്ഷിക്കലല്ലേ നമ്മുടെ കടമ. ആ പൈതൃക സ്വത്തിന്റെ സംരക്ഷണത്തിനല്ലേ നമ്മൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പൈതൃകത്തിൽ നിന്നും സമൂഹത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് കിട്ടി? ആത്മീയത നഷ്ടപ്പെട്ടു എന്നല്ല ഉണ്ടായിട്ടുള്ളൂ. നമ്മളിവിടെ നിലനിർത്തുന്ന ആത്മീയത നിലനിർത്താൻ, ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് കരുതി ഒരു വഞ്ചനാത്മക സമീപനവും ഒരു ചൂഷണവും നമ്മൾ അംഗീകരിക്കില്ല. ആത്മീയതയുടെ പേരിൽ നമ്മൾ ഈ സമൂഹത്തിൽ ഒന്നും ജനസമൂഹത്തെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. വലിയുള്ളാഹി ഖുതുബ് സമാൻ നമ്മളെ പഠിപ്പിച്ച ഒരു ആത്മീയതയുണ്ട്. വൈദേശിക അധിനിവേശികൾക്കെതിരെ പൊരുതുവാനും ആത്മീയതയിൽ ലയിച്ചു നിൽക്കുവാനും മതഭൗതിക സമന്വയത്തിലൂടെ സമൂഹത്തെ ഉയർത്തുവാനും ആ ദൗത്യം നെഞ്ചേറ്റിയ ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ. ഞാൻ അവസാനിപ്പിക്കുക, കാരണം സമയം ഞാൻ പറഞ്ഞെടുത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 9:30 അപ്പുറം നീട്ടിക്കൂടാ എന്ന് സംഘാടകർക്ക് അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനിയും നാളെയും പ്രവർത്തനമുള്ളതാണല്ലോ. ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വിഷയങ്ങൾ ഉറൂസ് ഉണ്ടാവുകയും പ്രഭാഷണം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു യുവനിര വളർന്നു വരണം. ദാറുൽ ഹുദക്ക് അത് കഴിയും. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന്റെ പുറത്ത് പ്രബോധനം നടത്താൻ ആളെവിടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു. പശ്ചിമ ബംഗാളിൽ, ആസാമിൽ, അനുബന്ധ സ്ഥലങ്ങളിൽ ഒരു അഭിമാനകരമായ അസ്തിത്വമല്ലേ. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ കുട്ടി നല്ല രീതിയിൽ ദീനും ദഅവത്തും അതുപോലെ ഭൗതിക വിദ്യയും ഒരുമിച്ച് കിട്ടുന്ന ഒരു കുട്ടിയായാൽ അതാണ് ദാറുൽ ഹുദയുടെ പ്രത്യേകത. അവർക്ക് വേണ്ടി നമ്മളും നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരമൊരു വലിയ സ്ഥാപനത്തിന്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ധാർമ്മിക രംഗം
അത് ഉയർത്തിക്കൊണ്ടുവരുവാനും സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് കരുത്ത് പകരുവാനും ഈ പ്രവർത്തകർക്കും ഈ സമൂഹത്തിനും സാധിച്ചാൽ വലിയ വിജയമാണ്. അവസാനം തിരിച്ചു പോകേണ്ടവരാ നമ്മൾ. നല്ല ഒരു നാളെ ഈ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ നാന്ദി കുറിക്കുന്ന ഇത്തരം നല്ല സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ മനസ്സഴിഞ്ഞ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്ന ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അർഹമുർ റഹീമായ തമ്പുരാൻ നമുക്കൊക്കെ രണ്ടു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.